الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ഒന്നരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാവട്ടെ. ആമീൻ. പക്വതയോടുകൂടെ ജീവിക്കാനും ആത്മസംതൃപ്തിയോടുകൂടെ മരണത്തെ സ്വീകരിക്കാനും നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇസ്ലാമിലെ വൈവാഹിക ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ഭാര്യമാരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് വിശാലമായൊരു വിഷയമാണെന്നതിൽ തർക്കമില്ല. അതെങ്ങനെയാണ് അതിൻ്റെ മസാലകളും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ മനഃശാസ്ത്രപരമായ ഗുണങ്ങളുമൊക്കെ ഒരു ക്ലാസ്സിൽ ആവാഹിക്കുക എന്നതിനെക്കുറിച്ച് ശരിക്കും അങ്കലാപ്പുണ്ട് എനിക്ക്. എന്നാലും സാധ്യമാകുന്ന രീതിയിൽ ഏകദേശം ഭാഗങ്ങളൊക്കെ ടച്ച് ചെയ്ത് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് ഇത്തരം ഒരു വിഷയത്തിൻ്റെ പ്രസക്തി? ഭാര്യമാർക്ക് ഇസ്ലാം നൽകുന്ന സ്ഥാനമോ അവരെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടതോ എന്നറിയാതെ അപൂർവത്തിൽ അപൂർവം ചില ആളുകളെങ്കിലും മറ്റ് ദർശനങ്ങളിൽ നിന്നോ ഭൗതികമായ വിചാരങ്ങളിൽ നിന്നോ ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ട് ഭാര്യമാരുമായുള്ള ജീവിതം തീരെ മാതൃകായോഗ്യമല്ലാതെയായി സംവിധാനിക്കുന്നതിനാൽ പലപ്പോഴും ഇസ്ലാമിലെ സ്ത്രീ വളരെ സ്ഥാനം കുറഞ്ഞവരാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. അത് വെച്ച് മതത്തെ വിമർശിക്കുന്നവരുണ്ട്. എന്നല്ല, ഈ കുടുംബവും കുടുംബബന്ധവും ഒക്കെ നിലനിൽക്കുന്നത് കാരണം സ്ത്രീ പീഡിതയാകുന്നെന്നും അതിനാൽ കുടുംബം തന്നെ പാടില്ല, വിവാഹം പാടില്ല എന്നൊക്കെ പറഞ്ഞ് ശരിക്കും അധാർമികമായ ജീവിതം തിരഞ്ഞെടുക്കുന്നവർ പോലുമുണ്ട്. ചില കണക്കുകൾ പ്രകാരം യുവതികളിൽ നല്ലൊരു ശതമാനം, 30% വിവാഹത്തെയും അനുബന്ധമായ ജീവിതത്തെയും തീരെ താല്പര്യപ്പെടുന്നില്ലെന്നാണ്. അവരൊക്കെ ചില തെറ്റിദ്ധാരണകളിൽ അകപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ബോധപൂർവം അവർ ഇങ്ങനെയൊക്കെ ചിലത് വിശ്വസിക്കാൻ ശ്രമിക്കുന്നു. സത്യത്തിൽ കുടുംബം, കുടുംബബന്ധം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരവും അവൻ്റെ ജീവിതത്തിന് അർത്ഥം കാണാനുള്ള സുതാര്യമായ മാർഗവുമാണ്. അതുകൊണ്ട് മനുഷ്യരെ മാത്രമല്ല, ജീവജാലങ്ങളെയെല്ലാം അള്ളാഹു പടച്ചത് ആണും പെണ്ണുമായിട്ടാണ്. പരിശുദ്ധ ഖുർആനിൽ സ്ത്രീകളുടെ പേരിൽ മാത്രം ഒരു അധ്യായമുണ്ട്. പുരുഷന്മാരെ കുറിച്ച് അങ്ങനെ ഒരു അധ്യായത്തിൽ അള്ളാഹു പറയുന്നില്ല പ്രത്യേകം എടുത്ത്. നേരെ മറിച്ച് സ്ത്രീകളെ കുറിച്ച് മാത്രം ഒരു അധ്യായമുണ്ട്. ആ അധ്യായം ആരംഭിക്കുന്നത്, സൂറത്തുൻ നിസാ എന്ന് പറയുന്ന ആ അധ്യായം ആരംഭിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിനെ ശ്രദ്ധയോടുകൂടെ സൂക്ഷിച്ച് ആരാധനകൾ അർപ്പിച്ച് ജീവിക്കണം. നിങ്ങളെ ഏവരെയും അള്ളാഹു ഒരു ആത്മാവിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വഖലഖ മിൻഹാ സൗജഹ. ആദം അലൈഹിസ്സലാം ആകുന്ന ആദ്യ സൃഷ്ടി, ആദ്യ മനുഷ്യൻ, ആ ആദ്യ മനുഷ്യനിൽ നിന്ന് അള്ളാഹു ആ മനുഷ്യന് വേണ്ട ഇണയെയും സൃഷ്ടിച്ചു. എന്നിട്ട് വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. ആദ്യ മനുഷ്യനാകുന്ന ആദം
അലൈഹിസ്സലാമിൽ നിന്നും നമ്മുടെ ആദിമ മാതാവാകുന്ന ഉമ്മയാകുന്ന ഹവ്വ റളിയല്ലാഹു അൻഹയിൽ നിന്നും അള്ളാഹു ആണും പെണ്ണുമായിട്ടുള്ള കുറേ മനുഷ്യരെ പടച്ചു. അവരെ ഭൂമിയിൽ വിവിധ ഇടങ്ങളിലായിട്ട് അള്ളാഹു വിന്യസിച്ചു. വത്തഖുല്ലാഹല്ലദീ തസഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. മനുഷ്യനെ പടച്ചത് അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമായി അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുർ റൂമിന്റെ 20-ാമത്തെ ആയത്തിൽ. മനുഷ്യരിൽ നിന്ന് തന്നെ ഇണയെ സൃഷ്ടിച്ചു. എന്തുകൊണ്ട്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കാൻ ഉപയോഗപ്പെടുത്തിയതുപോലെ കളിമണ്ണോ മറ്റെന്തെങ്കിലും അടിസ്ഥാന ഘടകങ്ങളോ ഉപയോഗപ്പെടുത്തി ഹവ്വ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചില്ല. മനുഷ്യനുമായി അത്രമേൽ തൻ്റെ ഇണ ബന്ധപ്പെട്ട് നിൽക്കണമെന്നും അവർ വ്യത്യസ്തരല്ല, ഒന്നാണെന്നും, അവർ പിണങ്ങേണ്ടവരും തർക്കിക്കേണ്ടവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതിക്രമം കാണിക്കേണ്ടവരുമല്ല, വളരെയേറെ സൗഹൃദത്തിലും ആത്മാർത്ഥതയിലും സ്നേഹത്തിലും വർത്തിക്കേണ്ടവരാണെന്നും, തീർത്തും അന്യരല്ല, രണ്ടുപേരും ഒരേ ഒരവസ്ഥയിൽ ഉണ്ടാകുന്നുവെന്നുമൊക്കെ കൃത്യമായി നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് സന്നിവേശിപ്പിക്കാൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് തന്നെ ഒരു ഭാഗമെടുത്ത് ഹവ്വ റളിയല്ലാഹു അൻഹയെ അള്ളാഹു സൃഷ്ടിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ നെഞ്ചലിന്റെ ഏറ്റവും മുകളിലുള്ള കൂടുതൽ വളഞ്ഞു നിൽക്കുന്ന ആ ഒരു ഭാഗമാണ് അതിന് ഉപയോഗപ്പെടുത്തിയത്. അതുകൊണ്ട് സ്ത്രീക്ക് ശാരീരികമായും മാനസികമായും ചെറിയ ഒരു ചാഞ്ചാട്ടം ഉണ്ടാവും. ശാരീരികമായി അവളൊരു ഭയങ്കരമായ ശക്തി പുരുഷനെ അപേക്ഷിച്ചിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അവരുടെ മാനസികമായ അവസ്ഥയിലും അങ്ങനെ ചില കാര്യങ്ങൾ കാണും. അതുകൊണ്ട് സ്ത്രീകളുമായി വളരെ രമ്യതയിൽ കഴിയണമെന്നും അവരങ്ങോട്ട് പിടിച്ചിങ്ങോട്ട് പൊട്ടിച്ച് നന്നാക്കാൻ ശ്രമിക്കരുതെന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉപദേശിക്കുന്നുണ്ട്. പരിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് വലിയ സ്ഥാനമാണ് നൽകിയത്. ഉമ്മ എന്ന രീതിയിലും മകളെന്ന രീതിയിലും ഭാര്യ എന്ന രീതിയിലും സമൂഹത്തിന്റെ അത്താണി എന്ന രീതിയിലും ഇസ്ലാം വലിയ സ്ഥാനം നൽകുന്നു സ്ത്രീകൾക്ക്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോക സമൂഹത്തിന് മാതൃകയായ മാനവ സന്ദേശം ഉൾക്കൊള്ളുന്ന തൻ്റെ അവസാനത്തെ പ്രഭാഷണത്തിൽ ഹജ്ജത്തുൽ വദാഇൽ സ്ത്രീകളുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പ്രത്യേകമായി ഉപദേശിക്കുന്നു, അവരോട് നിങ്ങൾ നല്ല രീതിയിൽ വർത്തിക്കണം, അവരോട് ഖൈറ് മാത്രം ചെയ്യണം, അവരിൽ നിന്നുണ്ടാകുന്ന അഭാവങ്ങൾ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള പക്വത നേടണം. ഇജാതി ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹജ്ജത്തുൽ വദാഇൽ ഇസ്ലാമിന്റെ മാനവികതയുടെ ഏറ്റവും മനോഹരമായ പ്രഖ്യാപനമാണ് നടന്നത്. അവിടെയും സ്ത്രീകളോട് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായ രീതിയിൽ അവരെ പരിഗണിക്കാനും സ്നേഹിക്കാനും സഹകരിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുരുഷവർഗത്തെ ഉപദേശിക്കുന്നത് കാണാം. എങ്ങനെയാണ് ഇസ്ലാം ഈ മാനുഷ പരമ്പരയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? തീർച്ചയായിട്ടും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലൈംഗിക ബന്ധം വഴിയാണ് അടുത്ത തലമുറ രൂപപ്പെടുന്നത്. അത് ഏത് രീതിയിലാവണം? ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യനാകയാൽ ഇസ്ലാം അവന് കുറെ നിയമങ്ങൾ വെച്ചു. അത് അതിലംഘിക്കാൻ പാടില്ല. ആ നിയമപ്രകാരമാവണം സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, സംബന്ധങ്ങൾ. അതിന് ഖുർആന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള വലിയൊരു ഉടമ്പടിയാകുന്ന നിക്കാഹ്. ആ നിക്കാഹ് വഴിയാണ് മനുഷ്യന് പരസ്പരം അനുവദനീയമാകുന്നത്, സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഒന്നായി തീരുന്നത്. അപ്പൊ അള്ളാഹുവുമായി നടത്തിയ ഒരു ഉടമ്പടിയുടെ ഭാഗമാണ് സ്ത്രീ പുരുഷ ബന്ധം. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുകയും അള്ളാഹുവുമായുള്ള ഉടമ്പടിയാകയാൽ അത് പരിക്കുകളേൽക്കാതെ മുന്നോട്ട് കൊണ്ടുപോവാനും മനുഷ്യർ കഠിനമായി അധ്വാനിക്കേണ്ടതുണ്ട്. അതിന് ക്ഷമ വേണം, സഹകരണം വേണം, പരസ്പരം വിട്ടുവീഴ്ച മനോഭാവം വേണം. ആരും ആരുടെയും ഉടമയല്ലെന്ന ബോധം വേണം. സ്ത്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് വിധേനയും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന, എന്തും പറയാൻ പറ്റുന്ന, ഏത് രീതിയിലും വഴക്ക് പറയാൻ പറ്റുന്ന നമ്മുടെ ഒരു അടിമയാണെന്ന ബോധത്തിൽ നിന്ന് മാറണം. നേരെ മറിച്ച് പരിശുദ്ധ ഇസ്ലാം സ്ത്രീക്ക് നൽകുന്നത് രാജ്ഞിയുടെ പദവിയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിസ്തരിച്ച് പറഞ്ഞു. ഹദീസുകൾ എൻ്റെ മുന്നിലുണ്ട്, ഉദ്ധരിച്ച് സമയമെടുക്കുന്നില്ല ഞാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിസ്തരിച്ച് പറയുന്നുണ്ട്. റസൂൽ സ്ത്രീകളുടെ മഹത്വം പറഞ്ഞ് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലെ രാജ്ഞിയാണെന്നും ഭർത്താവിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്, മക്കളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്, ആ വീട്ടിലെ സാമ്പത്തിക അച്ചടക്കം കൈകാര്യം ചെയ്യേണ്ടത്, ആ വീട്ടിലെ അദബും വൃത്തിയും കൈകാര്യം ചെയ്യേണ്ടത്, ആ വീട്ടിലെ ഓരോ കാര്യത്തെയും കുറിച്ച് കൃത്യമായി അവർ ചോദിക്കപ്പെടുമെന്നും, ഏതൊരു അധികാരിയെയും പോലെ തൻ്റെ ഭരണീയരുടെ കാര്യത്തിൽ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടുന്നത് പോലെ തന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ സ്ത്രീയും ചോദ്യത്തിന് വിധേയയാകുമെന്നും, അതുകൊണ്ട് അവൾ വലിയ മഹോന്നതയാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ വേണ്ടത്. നിരവധിയായ ഹദീസുകളിൽ സ്ത്രീകളുടെ മഹത്വം, ഭാര്യയുടെ മഹത്വം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല, തൻ്റെ ജീവിതത്തിലൂടെ ഉടനീളം അത് കാണിച്ചു തരികയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃകയാണെന്ന് നമുക്കൊക്കെ അറിയാം. ഖുർആനിൽ പലയിടങ്ങളിൽ അത് വരുന്നുണ്ട്. മറ്റു ചില നേതാക്കളെ പോലെ കല്യാണത്തിന്റെ വിഷയത്തിൽ എന്താ മാതൃക, മൂപ്പര് കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് മാതൃക ഒന്നുമില്ല എന്ന് പറയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. നേരെ മറിച്ച് റസൂല് മാതൃകയാണ്. എങ്ങനെയാണ് സ്ത്രീകളുമായുള്ള ബന്ധം, എങ്ങനെയാണ് ഭാര്യമാരെ കൈകാര്യം ചെയ്യേണ്ടത്. പലപ്പോഴും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പുരുഷന്റെ റോള് എന്താണ്, എല്ലാം ജീവിതത്തിൽ മനോഹരമായി അവിടുന്ന് വരച്ചു തന്നു. ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുമായുള്ള ജീവിതം നമ്മുടെ മുമ്പിൽ പാഠമായി ഉണ്ട്. പിന്നീട് സൗദാ ബി റസൂലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പിന്നീട് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ കടന്നു വരുന്നു. വ്യത്യസ്ത തലത്തിലുള്ള സ്ത്രീകൾ, അവരോടൊക്കെ റസൂൽ എങ്ങനെയാണ് പെരുമാറിയത്. ആയിഷ ബിവി റളിയല്ലാഹു അൻഹയാകുന്ന ചെറിയ തൻ്റെ ഭാര്യയോട് പോലും എത്ര സ്നേഹപൂർവം ബഹുമാനപൂർവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറി. പലപ്പോഴും ഈ ബഹുവചനത്തിന്റെ പ്രയോഗമാണ് ആയിഷ ബീവിയോട് റസൂൽ തങ്ങൾ നിർവഹിക്കുക. ബഹുവചനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരാളെ കുറിച്ച് ബഹുവചനം പറയേണ്ടതില്ല. പിന്നെ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ അറബി ഗ്രാമർ പ്രകാരം ബഹുവചനത്തെ ആദരസൂചകമായി ഉപയോഗിക്കും. അങ്ങനെയാണ് നീ എന്ന് പറയാതെ നമ്മൾ വാപ്പാനോട് നിങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ആളുകളാണ്. നീ എന്ന് പറഞ്ഞാലാണ് ഒരാൾ. നമ്മൾ ഉസ്താദിനെ കാണുമ്പോൾ നിങ്ങൾ എന്നാണ് പറയാ, നീ എന്ന് പറയില്ല. അതാണ് അതിന്റെ അദബ്. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ പരിശുദ്ധ ഖുർആനിലൊക്കെ ഉസ്കുൻ, നീ താമസിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ അള്ളാഹു പ്രയോഗിക്കുമ്പോൾ നമ്മൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടാണ് ഈ പ്രയോഗം. അതുകൊണ്ട് നീ എന്ന് പറഞ്ഞുകൂടാ, നിങ്ങൾ എന്നർത്ഥം പറയണം എന്ന് ദീനിനെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ ഒരു ശൈലി സ്വീകരിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും നിങ്ങൾ എന്നാണ് പ്രയോഗിക്കുക, നീ നല്ലാന്ന്. തന്നേക്കാൾ വയസ്സ് കുറവാണ്. എല്ലാ അർത്ഥത്തിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹോന്നതരാണ്. എന്നാലും തന്റെ ഭാര്യയെ ആദരപൂർവ്വം അവിടുന്ന് അങ്ങനെ വിളിക്കാമായിരുന്നു. സ്ത്രീയെ കുറിച്ചൊരു മഹത്വം പറയുന്നത് ഇഷ്ടമല്ല പലർക്കും. തൻ്റെ ഭാര്യ നന്നായിരുന്നു എന്ന് പറയാൻ ഒരിക്കലും സമ്മതമല്ല. ഇതൊക്കെ ഇങ്ങനെ മനോഹരമായി പോകുന്നത് എൻ്റെ മാത്രം ഗുണം കൊണ്ടാണ്, ശ്രേഷ്ഠത കൊണ്ടാണെന്ന് അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. മഹദിയാം ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുമായി ഹബീബായ റസൂലിന്റെ ജീവിതം നമുക്ക് പാഠമാകണം. അവിടുത്തെ ഓരോ പ്രത്യേകതയും പിന്നെയും പറഞ്ഞു. മഹദിയാവുന്ന ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്ന ദിവസത്തുമ്പോൾ അവിടുന്ന് ആടിനറുത്ത് കൂട്ടുകാരികൾക്ക് വിതരണം ചെയ്തു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോടുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ അനുസ്മരണാർത്ഥം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളെ അല്ലാഹുവിന്റെ റസൂൽ അല്ലാതെ പരിഗണിച്ചു. ഒരു വൃദ്ധടക്ക് വരും സദസ്സിലേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രത്യേകമായ സീറ്റ് കൊടുക്കും, അവരെ വെച്ച് നിർത്തും, അവർക്ക് നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. അവസാനം നല്ല ഉപഹാരങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ പറഞ്ഞയക്കും. സഹാബത്തിന് കൗതുകം തോന്നി, ഞങ്ങളറിയാത്ത ഏതോ ഒരു വൃദ്ധ, വളരെ ബലഹീന, അവരെന്തിനാ ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ പരിഗണിക്കുന്നതെന്ന് അവർ ചോദിച്ചു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി പറഞ്ഞത് ഒരൊറ്റ വാക്കായിരുന്നു, അതെന്റെ ഖദീജയുടെ കൂട്ടുകാരിയാണ്, അത്ര തന്നെ, അത് മതി. ഖദീജ ബിയുടെ മഹത്വം പറഞ്ഞുകൊണ്ടിരുന്നു പലപ്പോഴും. ആയിഷ ബി റളിയല്ലാഹു അൻഹ ചിലപ്പോൾ ചില കുസൃതി ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചു. എന്തേ അങ്ങക്ക് ഖദീജ അല്ലാത്ത വേറെ മക്കളെ ഭാര്യമാരാരും കിട്ടിയിട്ടില്ലേ? ഖദീജ അല്ലാത്ത വേറൊരു പെണ്ണിനെയും നിങ്ങൾക്ക് ഭാര്യയായിട്ട് കിട്ടിയിട്ടില്ലേ എന്ന്, ഖദീജയേക്കാൾ ഉഷാറുള്ളവരൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നില്ലേ എന്ന് മുഫസ്സിരിങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. ആയിഷ ബി അവരെയാണ് ഉദ്ദേശിച്ചത്. ഖദീജയേക്കാൾ ഉഷാറുള്ളവരൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ലേ എന്ന് വെച്ചാൽ ഞാനൊക്കെ അല്ലേന്ന്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുത്തി കൊടുത്തു. ഇല്ല, ഖദീജ ബീവിയോളം ഗുണപ്രദയായ ഒന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. അവരെനിക്ക് വേണ്ടി 6 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. എല്ലാവരും എന്നെ തിരസ്കരിച്ചപ്പോൾ അവരെന്നെ ഏറ്റെടുത്തു. എല്ലാവരും എന്നെ ദ്രോഹിച്ചപ്പോ ഖദീജ ബി അവരതുവരെ അധ്വാനിച്ചുണ്ടാക്കിയ എല്ലാ സമ്പത്തും നൽകി എന്നെ സഹായിച്ചു. തൻ്റെ ഭാര്യയുടെ മഹത്വം പറയാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി. അപ്പൊ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവളാണ് ചെയ്യേണ്ടത്. ഞാനിങ്ങനെ വീട്ടില് ഒരു ഉഷാറിൽ ഇങ്ങനെ ഒരു ആഢ്യത്വത്തോടു കൂടി ഇരിക്കേണ്ട ആളാണ്. കുഞ്ഞ് കരയുന്നു തൊട്ടിന്ന് ഇടേ നീ കേൾക്കണില്ല എന്ന് കൽപ്പന കൊടുക്കുന്നു. അവരാണെങ്കിൽ വീട്ടിനകത്ത് അടുക്കളയിൽ എന്തൊക്കെയോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കുഞ്ഞ് കരയുന്ന ഒച്ച കേൾക്കുമ്പോൾ പുറത്തിരുന്ന് വെറുതെ കാറ്റുകൊള്ളുന്ന മനുഷ്യൻ നീ കരയണത് കേൾക്കണില്ലേ എന്ന് കൽപ്പന കൊടുക്കുകയാണ്. കാരണം എനിക്കിതൊന്നും ചെയ്യേണ്ടതല്ല. ഞാനിങ്ങനെ കുളിച്ചൊരുങ്ങി എന്ത് ചെയ്യണം, എൻ്റെ ജോലിക്ക് പോകണം, വൈകിട്ടാവുമ്പോൾ ഞാൻ മടങ്ങി വരും വേണം, അത്രയാണ് ഞാൻ ചെയ്യേണ്ടത്. ഈ സ്ത്രീ ചെയ്യുന്ന സേവനങ്ങളെല്ലാം അതൊക്കെ അങ്ങനെ നടന്നു പോണതാണെന്നാണ് പലരുടെയും വിചാരം. അതങ്ങനെ നടന്നു പോണതാണ്. നമ്മളാണ് ഇപ്പോൾ വലിയ ജോലിയൊക്കെ ചെയ്യണത്. ഈ ജോലിക്ക് പോകാൻ വേണ്ടിയുള്ള ഡ്രസ്സ് പോലും അലക്കി അയൺ ചെയ്ത് റെഡിക്ക് വെക്കണം. എപ്പോഴെങ്കിലും ഒന്ന് നമ്മൾ വിചാരിച്ച പ്രകാരം ആയില്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്ന സമയത്തും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ വഴക്ക് പറയണം. പലരും തെറി പോലും പറയും. ചില ആളുകൾ ശാരീരികമായിട്ട് ഉപദ്രവിക്കും നമ്മുടെ ഡ്രസ്സ് ശരിയായിട്ടില്ലെങ്കിൽ. അവനവന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സംഗതികൾ സ്വയമായി കൈകാര്യം ചെയ്യുന്ന അത്ര മനോഹരം ജീവിതത്തിൽ മറ്റൊന്നില്ല തന്നെ. നമുക്ക് അലക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ തന്നെ അത് ചെയ്യാം. നമുക്ക് അയൺ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ തന്നെ അത് ചെയ്യാം. കൽപ്പന കൊടുത്ത് കാത്തിരിക്കേണ്ട കാര്യമില്ല. അവർക്ക് 100,000 പരിപാടികൾ ഉണ്ടാകും. ഒരു വീട് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ സംഭവമൊന്നുമല്ല. ഭാര്യയാകുന്ന വലിയ അനുഗ്രഹം വീട്ടിൽ നിന്ന് അങ്ങോട്ട് നഷ്ടപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. പിന്നെ നമുക്ക് ബോധ്യപ്പെടും എന്തായിരുന്നു ആ ഒരു നിഅമത്തെന്ന്. പിന്നെ നമ്മൾ അലക്കാൻ ഒരാളെ വേറെ വെക്കേണ്ടി വരും, വീട് വൃത്തിയാക്കാൻ വേറൊരാൾ വേണ്ടി വരും, പാചകം ചെയ്യാൻ മറ്റൊരാൾ വേണ്ടി വരും, കുഞ്ഞുങ്ങളെ നോക്കാൻ ഡേ കെയർ സെന്ററിൽ ഏൽപ്പിക്കേണ്ടി വരും. നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്നുകിൽ വല്ല ലോണ്ടറിയിലും കൊണ്ടുപോയി അലക്കി അയൺ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. ആകെ മൊത്തം ടോട്ടൽ കണക്കെടുത്താൽ ഒരു 8-10 ആളുകൾ ചെയ്യുന്ന ജോലിയാണ് ഒന്നിച്ച് ഈ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വീടിന്റെ വിളക്കാകുന്നത് അവർ. അതുകൊണ്ടാണ് അവരെ രാജ്ഞിയായി നമ്മൾ പരിഗണിക്കേണ്ടത്. ഓസ്ട്രേലിയയിലെ ഒരു സൈക്കാട്രിസ്റ്റ് ഭാര്യയുടെ സേവനങ്ങൾ വിലയിരുത്തിയിട്ട് അയാൾ അതിനൊക്കെ അന്നത്തെ രീതിയിൽ കണക്കെടുപ്പ് നടത്തി. എത്രയൊക്കെ പൈസ കൊടുക്കേണ്ടി വരും, ഒരാളിപ്പോൾ അലക്കാൻ ഒരാളെ ധോബിവാലനെ വിളിച്ചാൽ എത്ര കൊടുക്കേണ്ടി വരും, പാചകം ചെയ്യാൻ എത്ര വേണ്ടി വരും, വീട് ക്ലീനിങ്ങിന് ഒരാളെ വെച്ചാൽ എത്ര വേണ്ടി വരും, ഇതെല്ലാം കൂടി അയാൾ കണക്ക് നോക്കിയപ്പോൾ അയാൾക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ 3 ഇരട്ടിയിലേറെ അയാൾക്ക് ഇതിനു വേണ്ടി ചെലവ് വരുമായിരുന്നു. അപ്പോഴാണ് സ്ത്രീ എങ്ങനെയാണ് വീടിന്റെ വിളക്കാവേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവേണ്ടത്. എത്രമേൽ അവരെ നമ്മൾ പരിഗണിക്കണം, എത്രമേൽ അവരോട് നമ്മൾ വിട്ടുവീഴ്ച മനോഭാവം വെച്ച് പുലർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ സർവ്വ ഭർത്താക്കന്മാർക്കും മാതൃകയായി ഈ രീതിയിലാണ് ഭാര്യമാരെ കൈകാര്യം ചെയ്തത്. പലപ്പോഴും നമ്മൾ കേട്ടതാണ്. അവിടുന്ന് മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഇത്തിരി കാരക്ക കിട്ടിയപ്പോൾ അതിങ്ങനെ പാത്രത്തിലിട്ട് കൊണ്ടുവരുന്നു. ആയിഷ ബി റളിയല്ലാഹു അൻഹ സദസിദ്ധമായ തൻ്റെ ആ ഒരു രീതിയിൽ അതിനോട് പ്രതികരിച്ചപ്പോൾ റസൂലിന്റെ കയ്യിൽ നിന്ന് അത് വീണ് പൊട്ടിപ്പോകുന്നു. സ്നേഹപൂർവ്വം ഒരു സാധനം കൊണ്ടുവരുന്ന സമയത്ത് ഭാര്യ അത് തട്ടിക്കളഞ്ഞാൽ, അല്ലെങ്കിൽ ഭാര്യയുടെ ഒരു ഇടപെടൽ കാരണം അത് വീണ് പൊട്ടിപ്പോയാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് ഒന്നാലോചിച്ച് നോക്കുക. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുസ്മേരവദനനായി അവിടെ ഇരിക്കുന്നു. ഏറ്റവും വലിയ കഷ്ണം എടുത്തിട്ട്, ആ പാത്രത്തിന്റെ വലിയ കഷ്ണം എടുത്തിട്ട് അതിലേക്ക് ആ കാരക്കകൾ ഓരോന്നോരോന്നായി പെറുക്കി വെക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്ക് ആയിഷ ബി ഓടി വരുന്നു. ഹബീബായ റസൂലിന്റെ പിറകിലൂടെ പിടിച്ചിട്ട് റസൂലിനെ മാറ്റിയിട്ട് അവർ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നു. അവർ തന്നെ പൊട്ടിയ പാത്രം പെറുക്കുന്നു, കാരക്ക പെറുക്കിയെടുക്കുന്നു. ഒരൊറ്റ അടിയുടെ കൊടുക്കുമ്പോഴേക്ക് സ്കൂളിൽ പഠിച്ച എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ആ പെണ്ണിന്റെ കണ്ണിലൂടെ മിന്നിമറിയുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇത് ഇസ്ലാം നമുക്ക് അനുഭവിച്ചൊന്നുമല്ല. പെണ്ണിനെ അടിക്കേണ്ടതായ രീതിയുണ്ട്, അത് അടിക്കേണ്ട സന്ദർഭമുണ്ട്. ഇൻഷാ അല്ലാഹ് സമയാനുസരണം നമുക്ക് അങ്ങോട്ട് കടന്നു വരണം.
എന്തിനാണ് ഇങ്ങനെ ഒരു സ്നേഹബന്ധം മുന്നിൽ വെച്ച് നമ്മൾ ഈ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കേണ്ടത്? വിവാഹ ജീവിതത്തിന് പരിശുദ്ധ ഇസ്ലാം പറയുന്ന കുറേ ഉപകാരങ്ങളും അല്ലെങ്കിൽ ഗുണങ്ങളുമുണ്ട്, കുറേയേറെ. ഒന്ന്, പരിശുദ്ധ ഇസ്ലാം ഭാര്യാഭർത്തൃ ജീവിതത്തെ പ്രോത്സാഹിപ്പിച്ചു. ആർക്കെങ്കിലും ഈ ചെലവിന് കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ അവർ കല്യാണം കഴിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞു. എന്തുകൊണ്ട്? വഇന്നഹു അഅ്ലുലിൽ ബസർ, അത് കാഴ്ചക്ക് സുരക്ഷിതത്വം നൽകുന്നു. അന്യ സ്ത്രീകളെ താല്പര്യം കണ്ണിനില്ലാതെയാകും. വഹ്സനുലിൽ ഫർജി, അത് ലൈംഗിക ഭാഗങ്ങളെ സുരക്ഷിതമാക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ചീത്തപ്പേര് വരൂലാന്ന്, അല്ലെങ്കിൽ മോശം ദൂഷ്യം വരൂലാന്ന്. ഈ ലൈംഗികമായ അരാജകത്വം വളരെ വൃത്തികെട്ടൊരു സംഗതിയാണല്ലോ. അതും നല്ല മനുഷ്യർക്കൊന്നും അത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ അത്തരം സംഗതികൾ ഇല്ലാതിരിക്കാൻ കല്യാണം എന്ന് പറയുന്ന, നിക്കാഹ് എന്ന് പറയുന്ന മഹത്തായ ചടങ്ങ് കൊണ്ട് സാധിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, യുവാക്കളെ, നിങ്ങൾക്ക് ജീവിക്കാനുള്ള വസ്തുവകകളൊക്കെ ഒത്തു കിട്ടുമെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കണം. ഫഇന്നഹു അഅ്ലുലിൽ ബസർ വഹസനുൽ ഫർജ് വമൻ ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം. വിവാഹം കഴിക്കാൻ ഒരു സാഹചര്യവുമില്ല, മഹർ കൊടുക്കാനും കഴിയില്ല, ജീവിക്കാനും പറ്റില്ല, അവരെ കൂട്ടിക്കൊണ്ടുവരാൻ ഒരു വീടില്ല, വാടക വീടായാൽ പോലും ഇല്ല. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ നോമ്പെടുത്തുകൊണ്ട് നിങ്ങളുടെ ലൈംഗികമായ താല്പര്യങ്ങളെ മുറിച്ചു കളയണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വിവാഹത്തിന്റെ മറ്റൊരു താല്പര്യം, മനുഷ്യർ അവരുടെ നൈസർഗികമായ താല്പര്യങ്ങളെ, മോഹങ്ങളെ, വൈകാരികമായ ഇച്ഛകളെ ഒതുക്കി മാനസികമായ സമൃദ്ധത്തിലേക്ക് പോവാതിരിക്കലാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ കല്യാണത്തെക്കുറിച്ച് പറയുമ്പോ, വിവാഹത്തെക്കുറിച്ച് പറയുമ്പോ, ഹുവല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വജഅല മിൻഹാ സൗജഹാ ലിതസ്കുന ഇലൈഹാ എന്ന് സൂറത്തുൽ അറാഫിന്റെ 189 വാക്യത്തിൽ പറയുന്നത്. ലിതസ്കുന ഇലൈഹാ, ആ സ്ത്രീയിൽ നിന്ന് ആശ്വാസം നേടാൻ, പുരുഷനിൽ നിന്ന് സ്ത്രീക്കും ആശ്വാസം നേടാൻ. എന്തൊക്കെയോ സമ്മർദ്ദം കൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ പുഞ്ചിരിക്കുന്ന ഒരു ഭാര്യ, കൈപിടിച്ച് കയറ്റുന്ന ഒരു ഭാര്യ, വെള്ളമെടുക്കട്ടെ എന്ന് ചോദിക്കുന്ന ഒരു ഭാര്യ, ഒന്ന് കുളിച്ചു വരൂ അപ്പൊ ആ ശാരീരിക ക്ഷീണമൊക്കെ തീരുന്നും പറഞ്ഞിട്ട് ഒരു സോപ്പും തോർത്തുമുണ്ടൊക്കെ കയ്യിൽ തരുന്ന ഒരു ഭാര്യ. സത്യത്തിൽ കുളിക്കണീന്റെ മുമ്പ് തന്നെ അങ്ങനെയൊക്കെ ആയാൽ ക്ഷീണം തീർന്നു പോകും. പിന്നെ ഏത് ജീവികൾക്കുമുള്ളതാണ് അവരുടെ ലൈംഗികമായ അഭിനിവേശങ്ങൾ, താല്പര്യങ്ങൾ. അത് വീടാൻ അനുവദനീയമായ ഒരു മാർഗം വേണം, സമുദായവും സമൂഹങ്ങളും അംഗീകരിച്ച ഒരു മാർഗം വേണം. അതാണ് വിവാഹത്തിലൂടെ സാധ്യമാകുന്നത്. അപ്രകാരം വിവാഹം കൊണ്ട് ഇസ്ലാം കാണുന്ന ഒരു ഗുണമാണ് ഈ പരമ്പര നിലനിൽക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ധാരാളമായി പ്രസവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ നോക്കി കല്യാണം കഴിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അൽ വലൂദ്, അങ്ങനെയാണ് റസൂലിന്റെ പ്രയോഗം. അപ്പൊ ഉമ്മയെ നോക്കണം, ജ്യേഷ്ഠത്തിമാരൊക്കെ നോക്കണം. അവരൊക്കെ നന്നായിട്ട് പ്രസവിക്കുന്ന ഒരു ടീമാണെന്നുണ്ടെങ്കിൽ അവരുടെ മക്കളും ഏകദേശം അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ അൽ വലൂദ് നോക്കിക്കെട്ടൽ പ്രത്യേകം സുന്നത്താണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. എന്തുകൊണ്ട്? ഈ പരമ്പര നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് അതിൽ പ്രത്യേകമായ താല്പര്യമുണ്ട്. അപ്രകാരം തന്നെ വിവാഹത്തിന്റെ ഒരു പ്രത്യേകമായ ലക്ഷ്യമാണ് പരസ്പരം സഹായികളാവുക, അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വഴികളിൽ പരസ്പരം സ്നേഹിച്ച് സഹായിച്ച് വളരെയേറെ ആർദ്രതയോടുകൂടെ മുന്നോട്ട് പോകുക എന്നുള്ളത്. കാരണം അത് വിവാഹം വഴിയേ സാധ്യമുള്ളൂ. പിന്നെ നമുക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങളെ വേണ്ട വിധം സംസ്കരിക്കുക, അത് വിവാഹം വഴിയേ സാധ്യമുള്ളൂ. വിവാഹമല്ലാതെ കുഞ്ഞുങ്ങളുണ്ടാവും, പക്ഷേ കുട്ടിക്ക് ഉടമ ഉണ്ടാവില്ല. ആ കുട്ടിക്ക് ഉടമ ഉണ്ടാവില്ല, ശ്രദ്ധിക്കാൻ പിതാവ് ഉണ്ടാവില്ല. പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമ്മളൊക്കെ കണക്കൊക്കെ പലപ്പോഴും പറഞ്ഞതാണ്. ലണ്ടനിലുള്ള പുതിയ അമ്മമാരിൽ 25% കുഞ്ഞുങ്ങളുടെ അച്ഛൻ ആരാന്ന് അറിയില്ല എന്നാണ്. അപ്പൊ വിവാഹത്തിനെ എതിർക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ. അവരൊക്കെ മുന്നിലുള്ള പരിഹാരം ഈ ലൈംഗികമായ താല്പര്യം എല്ലാവർക്കും ഉണ്ടാകും. ആരോഗ്യസ്ഥിതിയൊക്കെ അനുസരിച്ച് അതിന് ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകും. അപ്പൊ അവർക്ക് ഇത് മൂടി വെക്കാനൊന്നും കഴിയില്ല. പിന്നെ അതിനവർ ചെയ്യുന്ന മാർഗങ്ങൾ വൃത്തികെട്ടതാണ് പുതിയ കാലത്ത്. ചിലവരൊക്കെ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനോടൊപ്പം താല്പര്യപൂർവ്വമുള്ള കാലം കൂടുക, അത് കഴിഞ്ഞാൽ അവളെ ഉപേക്ഷിക്കുക, വേറൊരു പെണ്ണിനെ സ്വീകരിക്കുക, ആ പെണ്ണ് വേറൊരാണിനെ സ്വീകരിക്കുക. അങ്ങനെ അരാജകത്വം, തീരെ ഒരു ഓർഡർ ഇല്ലാത്ത ജീവിതമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതിന് കുറേ പ്രശ്നങ്ങളുണ്ട്.
പ്രത്യേകിച്ച് ഗർഭമുണ്ടായി കഴിഞ്ഞാൽ ഈ പെണ്ണിനെ ഒരിക്കലും സഹായിക്കാനോ സ്നേഹിക്കാനോ ഒരാളില്ലാതെ വരും. പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ വേണ്ട വിധം സംരക്ഷിക്കാൻ ഈ സ്ത്രീക്ക് കഴിയാതെ വരും. കാരണം ഉടമയായിട്ട് ഒരാളില്ല. ഇതിനു വേണ്ട ചെലവുകൾ ചെയ്യാനും ഇവൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാനും ഭർത്താവ് എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക പദവിയിലുള്ള പുരുഷനില്ല. അപ്പോഴാണ് അവിഹിത കുഞ്ഞുങ്ങളെയൊക്കെ പലരും കൊന്നുകളയുന്നത്. 6 നിലയുള്ള ഫ്ലാറ്റിൽ നിന്ന് തെക്ക് ഭാഗത്തൊരു കുഞ്ഞിനെ പാഴ്സൽ കവറിൽ ഇട്ട് വലിച്ചെറിഞ്ഞു കൊന്നൊരമ്മയെ കുറിച്ച് 2 മാസം മുന്നേ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അവിഹിത ഗർഭാകുമ്പോ അത് സമൂഹത്തിന്റെ മുമ്പിൽ മാനക്കേടാണെന്ന് വരുമ്പോ കുഞ്ഞിന് കൊലയാണ് അവരൊക്കെ വിധിക്കുന്നത്. അപ്പൊ ലിവിങ് ടുഗദർ, ഇഷ്ടമുള്ളത്ര ജീവിക്കുക. പലരും പരസ്യമൊക്കെ ചെയ്യും അല്ലെ, ഞാനിങ്ങനെ മലേഷ്യയിലേക്ക് ട്രിപ്പ് പോവാണ്, കൂടെ പോയി തിരിച്ചു വരാൻ എനിക്ക് ഒരു സുഹൃത്ത് വേണം, ഒരു പെൺ സുഹൃത്ത് വേണം, എന്നിട്ട് ഓഫറൊക്കെ ചെയ്യും 1 ലക്ഷം രൂപ കൊടുക്കാന്നൊക്കെ. വേറെ കുറെ ആളുകൾ ഇതിനു പോലും മെനക്കെടാതെ അവരപ്പോഴപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പല ഗവൺമെന്റുകളൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. സോണാഗച്ചി എന്നൊക്കെ പറയുന്ന ഒരു വേശ്യത്വരുമുണ്ട് ബംഗാളിൽ. 25,000 അത്ര അവിടുത്തെ ഔദ്യോഗിക ജീവനക്കാർ. ഈ ജീവനക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസിലുള്ള സെക്രട്ടറി ഒക്കെ ആണെന്ന് മനസ്സിലാക്കരുത്. ഈ തൊഴിലെടുക്കുന്ന ആളുകൾ 25,000-ഓളം ഇവിടെയൊക്കെ ചെല്ലുന്നു. പിന്നെ മാരകമായ രോഗങ്ങൾ സ്വീകരിക്കുന്നു. ഒരു എയ്ഡ്സ് മാത്രമൊന്നുമല്ല, അനുബന്ധമായ കുറെ രോഗങ്ങളുണ്ട്, വിശദീകരിക്കാൻ സമയം പോരാ. വേറെ ചില ആളുകൾ കൃത്രിമമായ മറ്റു ചില മാർഗങ്ങൾ സ്വീകരിക്കുന്നു. അതിനുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നു. ഈ സെക്സിന്റെ താല്പര്യം വീടണം. മറ്റു ചില ആളുകൾ ആണുങ്ങൾ ആണുങ്ങളോടൊപ്പവും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളോടൊപ്പം ഒക്കെ ജീവിക്കുന്നു. ലെസ്ബിയൻ ഗേ ജീവിതങ്ങൾ. ഇതൊന്നും പ്രകൃതിപരമേ അല്ല. ഇതൊന്നും പ്രകൃതിപരമേ അല്ല എന്നതിന് മനഃശാസ്ത്രപരമായ തെളിവുകൾ നിരവധിയുണ്ട്. ശാരീരിക തെളിവുകൾ ധാരാളമുണ്ട്. മെഡിക്കൽ തെളിവുകൾ ധാരാളമുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക. എയ്ഡ്സ് എന്ന് പറയുന്ന മാരകമായ രോഗം ആദ്യമായി 1965 കാലിഫോർണിയയിൽ കണ്ടെത്തുന്നത് 5 ഗേകളിലാണ്. എന്ന് വെച്ചാൽ ആണുമായി സെക്സ് നടത്തി ജീവിക്കുന്നവരിലാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച പോലും വാർത്ത വന്നു ഗംഭീരമായ വേദനയെ കുറിച്ച്. എന്തിന്റെ? ഈ മങ്കി പോക്സ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്, കുരങ്ങു വസൂരി എന്ന് പറയാം. അതിന്റെ ശക്തമായ വേദനകളും അത് വ്യാപിക്കുന്നതിനെ കുറിച്ച് റിപ്പോർട്ട് വന്നു. ഈ കഴിഞ്ഞ വർഷം 16 രാഷ്ട്രങ്ങളിൽ മങ്കി പോക്സുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടന നടത്തിയ ഒരു പഠനം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. 16 രാഷ്ട്രങ്ങളിൽ മങ്കി പോക്സ് പിടിച്ചവരുടെ കണക്ക്, അതിൽ 98%, എൻ്റെ കയ്യിൽ റിപ്പോർട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് വായിക്കാം. 98% ഒന്നെങ്കിൽ ഗേ ആണ് അല്ലെങ്കിൽ ബൈസെക്ഷൽ ആണെന്നാണ്. ഗേ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ആണും ആണും ഇങ്ങനെ സെക്സ് നടത്തി ജീവിക്കുക എന്നുള്ളത്. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ പെണ്ണും ആണിനെയും പെണ്ണിനെയും ഒരുപോലെ ഈ വിഷയത്തിന് ഉപയോഗിക്കുന്ന ചില ആളുകളുണ്ട്. അവരെ കുറിച്ചാ ബൈസെക്ഷൽ എന്ന് പറയാം. അപ്പോ ഇവരിലാണ് ഏറ്റവും കൂടുതൽ മങ്കി പോക്സ്, സഹിക്കവയ്യാത്ത വേദനകളുള്ള കുമ്മളകൾ ശരീരമാസകലം വരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ വലിയ വലിയ കുമ്മളകൾ ഉണ്ടാകുന്നു. ജീവിതം ദുസ്സഹമാകുന്നു. ഇത് മാത്രമൊന്നുമല്ല, വേറെ കുറേ രോഗങ്ങളുണ്ട്. ഇതൊക്കെ ഇത്തരം വൃത്തികേടുകളിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഉദാർബുദം വരുന്നു ആണും ജീവിക്കുന്നവർക്ക്. നമ്മുടെ ഈ വിസർജ്യം ശരീരത്തിൽ ഇങ്ങനെ നിലകൊള്ളുന്ന രീതി മാറിയിട്ട് അറിയാതെ ഇങ്ങനെ പുറത്തു വരുന്ന ഒരു രോഗം വരുന്നു. അറിയാതെ പുറത്തു വരും. ഇതുകൊണ്ടൊക്കെയുള്ള മാരകമായ പ്രശ്നങ്ങൾ നിരവധിയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ആഴ്ത്തു കിടക്കല്ല. അതുകൊണ്ടാണ് ഈ പരമ്പര നിലനിൽക്കാനും പരസ്പരം സ്നേഹിക്കാനും ആശ്വാസം നേടാനും സമാധാനം കിട്ടാനും കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്കും കുടുംബ ബന്ധം വേണമെന്ന് ഇസ്ലാം നിർബന്ധം പിടിക്കുന്നത്. അതുകൊണ്ടാണ് സൂറത്തുർ റൂമിന്റെ 21-ാമത്തെ വചനത്തിൽ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചുവെന്നും അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഗുണങ്ങളും അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമായി പഠിപ്പിക്കുന്നത്. കുടുംബബന്ധം നിലനിൽക്കുന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നശിക്കുമെന്നതിൽ ഒരു തർക്കമില്ല. എന്തിനധികം പേരിനൊരു കുടുംബബന്ധമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കയർത്തുകൊണ്ടും തർക്കിച്ചുകൊണ്ടും ബഹളം വെച്ചുകൊണ്ടും തല്ലുമായിട്ട് കൂടുന്ന കുടുംബബന്ധമാണെങ്കിൽ അതിലുള്ള കുട്ടികൾ പോലും വലിയ ക്രിമിനലുകളായിരിക്കുമെന്നാണ് പഠനം. മാതാവും പിതാവും സ്നേഹത്തോടെ കഴിയാത്ത വീട്ടിലുള്ള കുട്ടികൾ കുട്ടി ക്രിമിനലുകളാകും.
കേരളത്തിലെ ഈ ദുർഗുണ പാഠ പരിഹാരശാല എന്ന് പറയുന്ന ഈ 18 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി ആക്കുന്ന ജയിൽ പോലത്തെ സംവിധാനമുണ്ട്. അവിടെയുള്ള കുറ്റവാളികളെ കുറിച്ച് ഒരു പഠനം നടത്തിയാൽ റിപ്പോർട്ട് പുറത്തു വന്നതാണ്. ആ കുറ്റവാളികളാകുന്ന കുട്ടികളെല്ലാം ഇത്തരം ഒരു വിഷമത്തിലേക്ക് പോകുന്നത് മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ്, കുടുംബബന്ധം തകർന്നിടത്താണ്, മാതാവും പിതാവും ഒന്നിച്ച് ജീവിക്കാത്തിടത്താണ്, ജീവിക്കുന്നിടത്ത് തന്നെ അവർ പരസ്പരം യോജിപ്പില്ലാത്തിടത്താണ്. ഇതൊക്കെ ഔദ്യോഗിക സ്റ്റഡികളാണ്. അതുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാനിച്ച് സ്നേഹിച്ച് സഹകരിച്ച് ജീവിക്കാൻ ഇസ്ലാം പറയുന്നു. അതിൽ വീടിന്റെ നെടുനായകത്വം നടത്തേണ്ട, വഹിക്കേണ്ട, നേതൃത്വം കൊടുക്കേണ്ട രാജ്ഞിയാണ് ഭാര്യ. കല്യാണത്തിന് കുറെ നിബന്ധനകളൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, നമുക്കറിയാലോ. ഒന്ന്, നിക്കാഹ് എന്ന് പറയുന്ന ചടങ്ങിലൂടെയേ അത് സംഭവിക്കാൻ പാടുള്ളൂ. ഒരു പെണ്ണിന് അവളുടെ ശരീരത്തെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. നിക്കാഹ് എന്ന് പറയുന്ന ചടങ്ങ് നടത്തണം. ഈ ചടങ്ങിനും കുറെ നിബന്ധനകളുണ്ട്. ഒന്ന്, അകന്യകയായ സ്ത്രീയാണെങ്കിൽ, എന്നുവെച്ചാൽ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ പെണ്ണാണെന്നുണ്ടെങ്കിൽ, പിന്നെ തലാക്കായിട്ടോ ഭർത്താവോ മരിച്ചിട്ടോ ഒക്കെ ഉള്ള പെണ്ണാണെങ്കിൽ നിർബന്ധമായും അവളെ കല്യാണം കഴിക്കുമ്പോൾ രക്ഷിതാവ് സമ്മതം വാങ്ങിയിരിക്കണം. വാപ്പയില്ലെങ്കിൽ വല്ലിപ്പ, ഈ രണ്ട് രക്ഷിതാവുമല്ലാത്ത മറ്റ് രക്ഷിതാക്കൾ, പാങ്ങള, അമ്മാവൻ, മൂത്താപ്പ, എളാപ്പ, ഇങ്ങനത്തോലൊക്കെ രക്ഷിതാവായി ചില കേസിൽ വരും. ഒരു പെൺകുട്ടിക്ക് വാപ്പല്ല, അല്ലെങ്കിൽ വല്ലിപ്പില്ല, അങ്ങനെ പിന്നെ ആരാ വരെ രക്ഷിതാവ്? ഈ പറഞ്ഞ ആളുകളൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മുജിബറായ വലിയ അല്ലാത്തവർ എന്നാണ് അവരെ കുറിച്ച് പറയാം. അവരും കന്യകയാണെങ്കിലും കന്യകയല്ലാത്ത പെണ്ണാണെങ്കിലും സമ്മതം വാങ്ങിയിരിക്കണം. പിന്നെ വാപ്പയ്ക്ക് കന്യകയായ പെൺകുട്ടിയെ കെട്ടിക്കണമെങ്കിൽ അവളോട് സമ്മതം ചോദിക്കൽ വളരെ പുണ്യാണ്, ഇസ്ലാം കൽപ്പിച്ചതുമാണ്. പക്ഷെ നിർബന്ധം ആ വിഷയത്തിലില്ല. എന്തുകൊണ്ട്? അവൾക്ക് വേറൊരു പുരുഷനെ പരിചയമില്ല, കന്യകയാണ്. തന്റെ ജീവിതത്തിൽ ആരാണ് ഏറ്റവും സൂട്ടാവുക, കുഫുവെക്കുക എന്ന് ആ പെണ്ണിന് അറിയാൻ ഒരു മാർഗമല്ല. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞത് അകന്യകയാണ്, അവളതിൻ്റെ മുമ്പ് കെട്ടിച്ചിട്ടുണ്ട്, ഭർത്താവിന് വേണ്ട യോഗ്യതകൾ അവൾക്ക് അനുഭവത്തിൽ അറിയാം, ഏത് ഭർത്താവാണ് എൻ്റെ ആളാവേണ്ടത് എന്ന് അവർക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് അവളുടെ സമ്മതം വാങ്ങൽ നിർബന്ധമാണ്. കന്യകയാണെങ്കിൽ സമ്മതം വാങ്ങൽ സുന്നത്താണ്, അത് ചെയ്യണമെന്ന് റസൂൽ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്നാലും നിർബന്ധമില്ല. ആർക്ക് മാത്രം? വാപ്പ കെട്ടിക്കുകയാണെങ്കിൽ, ആങ്ങളെ കെട്ടിക്കുകയാണെങ്കിൽ സമ്മതം വാങ്ങണം, മൂത്താപ്പ കെട്ടിക്കുകയാണെങ്കിൽ സമ്മതം വാങ്ങണം, അതേപ്രകാരം അമ്മാവൻ കെട്ടിക്കുകയാണെങ്കിൽ സമ്മതം വാങ്ങണം. പെണ്ണിന്റെ സമ്മതം പരിഗണിച്ചാവണം ഈ നിക്കാഹ് തുടങ്ങേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സംബന്ധമായി ചില ഹദീസുകളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ പണ്ഡിതന്മാർ അല്ലെ, ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഒരു ഭാഗം, വഅലം അന്ന ശാഫിഈ റഹ്മഹുല്ലാഹു വഅസ്ഹാബഹു ഖാലു യുസ്തഹബ്ബു അൻ ലാ യുസവ്വിജൽ അബു വൽ ജദ്ദു അൽ ബിക്റ ഹത്താ തബ്ലുഗ. ബിക്ർ അതായത് കന്യകയായ പെണ്ണ്, ഇതിന്റെ മുമ്പ് കല്യാണം കഴിക്കാത്ത പെണ്ണ്, അവളെ കെട്ടിക്കുമ്പോൾ വാപ്പയാണെങ്കിലും വാപ്പയില്ലാത്ത സന്ദർഭത്തിൽ വല്ലിപ്പയാണെങ്കിലും, അവരാണ് ഏറ്റവും അടുത്ത ഈ വലിയ ഏറ്റവും അടുത്ത രക്ഷിതാവ് അവരാണ്. അവര് കെട്ടിക്കുമ്പോഴും ആ പെണ്ണിനെ കെട്ടിക്കുന്നത് വരെ പ്രായപൂർത്തിയായതിന് ശേഷമാവൽ പ്രത്യേകം സുന്നത്താണ്. പിന്നെ വയസ്തഇദ്നഹ, അവളോട് സമ്മതം ചോദിക്കലും സുന്നത്താണ്. വെറുപ്പോടുകൂടി ഭർത്താവിന്റെ കീഴിലാവാതിരിക്കാൻ വേണ്ടി. അപ്പോ വാപ്പയാകുന്ന ഏറ്റവും അടുത്ത രക്ഷിതാവ് കല്യാണം കഴിക്കുമ്പോഴും ഈ പെൺകുട്ടി ബിക്ർ കന്യകയാണെങ്കിലും അവളുടെ സമ്മതം ചോദിക്കലും പ്രായപൂർത്തിയാവാൻ കാത്തു നിൽക്കലും പ്രത്യേകം മതം കൽപ്പിച്ചതാണെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അപ്പൊ അവിടെ മുതൽ ഈ കുട്ടിയോട് അഭിപ്രായം ചോദിക്കണം, ആൺകുട്ടിയോട് അഭിപ്രായം ചോദിക്കണം. ഇതൊക്കെ എവിടെ വെച്ചിട്ടാണ് ഈ നമ്മൾ ഇതൊരു മാനക്കേടായിട്ട് കണ്ടു എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. പല ആധുനികമായ പ്രവണതകളും സമൂഹത്തെ സ്വാധീനിക്കുമ്പോൾ ഈ കുട്ടികളോട് ഇത്തരം വിഷയത്തിലുള്ള ബന്ധങ്ങളൊക്കെ കുറഞ്ഞു പോവാണ്.
ഇപ്പൊ ആൺകുട്ടികളോട് പ്രായമായി, നിനക്ക് കല്യാണം കഴിക്കാനായി, ഞാൻ കല്യാണത്തെക്കുറിച്ച് അന്വേഷിക്കട്ടെ എന്ന് ചോദിക്കണം. അല്ലാതെ കുറേ മൂത്ത് വന്ന് അവസാനം ആ കുട്ടി സുഹൃത്തിനെ കൊണ്ട് വെറുതെ വിളിപ്പിച്ച് വാപ്പാന്റെ നമ്പർ എടുത്തിട്ട് ആ സുഹൃത്തിനെ കൊണ്ട് മെസ്സേജ് പിടിപ്പിച്ച് ഇങ്ങനൊന്നുമല്ല കല്യാണം ആവേണ്ടത്. ഏകദേശം കല്യാണത്തിന് പക്വത വരുമ്പോഴേക്ക് വാപ്പ രംഗത്തിറങ്ങണം, കുട്ടിയോട് ചോദിക്കണം. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം തന്നെ മോനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ലക്കംറഅത്തൻ, നിനക്കൊരു പെണ്ണിനെ ഞാൻ കെട്ടിച്ചേരട്ടെ, എന്താ അവരുടെ പ്രത്യേകത? അള്ളാഹുവിനെ നന്നായിട്ട് ഭയപ്പെടുന്നു. ഇത് പാൽക്കാരിയുടെ മോളായിരുന്നു, ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. റളിയല്ലാഹു അൻഹു പ്രജകളുടെ ക്ഷേമൈശ്വര്യം അന്വേഷിച്ച് ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിനകത്തുനിന്ന് 2 സ്ത്രീകളുടെ സംസാരം കേൾക്കുന്നു. കുറച്ചു വയസ്സ് കൂടിയ സ്ത്രീ ഉമ്മ, അവര് പെൺകുട്ടിയാവുന്ന സ്ത്രീയോട് പറയണ്, നീ പാലിൽ കുറച്ച് വെള്ളം ചേർക്ക്, എല്ലാ കുറ്റിക്കാർക്കും കൊടുക്കാൻ ഇന്ന് തികയില്ല, അവർക്ക് ഇന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ വേറെ ആളുകളിൽ നിന്ന് പാല് വാങ്ങാനുള്ള ശ്രമം നടത്തും, അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന കച്ചവടം മുടങ്ങിപ്പോകും. ആ കുട്ടി പറഞ്ഞു, ഇല്ല ഞാനത് ചേർക്കൂല. പിന്നെയും അവരുടെ തർക്കത്തിന്റെ മൂർധന്യതയിൽ ആ ഉമ്മ ചോദിക്കുകയാണ്, ഇനി ആരെ പേടിച്ചിട്ടാ? ഉമറൊക്കെ കടന്നുറങ്ങുന്നുണ്ടാവും, മൂപ്പര പട്ടാളക്കാരൊക്കെ പോയി നട്ടപ്പാതിരക്ക് നല്ല കൂർക്കം വലിയിലായിരിക്കും, പിന്നെ ആരെ പേടിച്ചിട്ടാണ്? ആ മോൾ ഉമ്മയെ തിരുത്തുന്നു. ആയിരിക്കും ഖലീഫത്തുൽ മുഅ്മിനീൻ ഉറങ്ങുകയായിരിക്കും, സേവകന്മാർ ഉറങ്ങുകയായിരിക്കും, പട്ടാളക്കാർ ഉറങ്ങുകയായിരിക്കും. പക്ഷേ ലാ തൗഖുദുഹു സിനത്തും വലാ നൗം, ഉറക്കും ക്ഷീണവും ബാധിക്കാത്ത റബ്ബ് ഇതൊക്കെ കാണുന്നില്ലേ എന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആ വീടിന് അടയാളം വെച്ചു, പോയി. പിറ്റേ ദിവസം സുബഹിസ്കാരം കഴിഞ്ഞ ഉടനെ മോനെ വിളിച്ചിട്ട് ചോദിക്കാൻ, അല്ലക്കംറഅത്തൻ, നിനക്കൊരു പെണ്ണിനെ ഞാൻ കെട്ടിച്ചേരാ, അവളുടെ പ്രത്യേകത അള്ളാഹുവിനെ അവൾ ഭയപ്പെടുന്നു. അപ്പൊ ഈ വിഷയത്തിൽ നമ്മൾ ഇടപെടണം, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. നമ്മുടെ പുതിയ കാലത്തൊക്കെ ഉള്ള ഒരു ട്രെൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺകുട്ടി ആണിനെ കണ്ടുപിടിക്കണ്, അതേതെങ്കിലും ഒരു സംസാരം. ചില മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ട്, പെണ്ണ് പ്രേമിക്കുന്നത് ചെവിയോണ്ടാണ്. പെണ്ണ് പ്രേമിക്കുന്നത് ചെവിയോണ്ടാണ്. ഏതെങ്കിലും ഒരു ഫോണ് വിളിച്ചാൽ മതി. എത്ര അനുഭവങ്ങളുണ്ട്. ഒരു സുഫൈല ബീഗം എന്ന് പറയുന്ന കുട്ടി, പാലക്കാട്ടുകാരി, അവൾക്കൊരു മിസ്ഡ് കോള് വന്നിരുന്നു. പിന്നെയും വന്നപ്പോൾ അവൾ അറ്റൻഡ് ചെയ്തു. അപ്പുറത്ത് ഒരു നായര് ചെക്കൻ, ആ ഒരൊറ്റ വാക്കിൽ അവൾ വീഴുന്നു. പിന്നെ പലപ്പോഴും വിളിക്കുന്നു, അവരൊന്നിച്ച് നടക്കുന്നു, കാണുന്നു, അവൾ ഒന്നിച്ച് ജ്യൂസ് കുടിക്കാൻ പോകുന്നു. അവസാനം ഈ പെൺകുട്ടി പോയി അവന്റെ കെണിയിലകപ്പെട്ട് ഏതോ ഒരു അമ്പലത്തിൽ വെച്ച് ശ്വേത എന്ന പേരും സ്വീകരിച്ച് വിവാഹം കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ജീവിതമാണ് വളരെ മനോഹരം. നിരന്തരം പീഡനങ്ങൾ, 4 പ്രാവശ്യം ഗർഭമുണ്ടായി, 4 പ്രാവശ്യവും അബോർഷൻ ചെയ്യിപ്പിച്ചു. പിന്നെ അവന്റെ മാത്രമല്ല, അരുൺദാസിന്റെ മാത്രമല്ല, അവന്റെ അച്ഛന്റെയും സഹോദരന്മാരുടെയും കൂട്ടുകാരുടെയും ഭാര്യയാവേണ്ടി വന്നു. നല്ല മഴയുള്ള തണുത്ത രാത്രികളിൽ ഒരു ചാക്ക് വിരിച്ചിട്ട് സിറ്റൗട്ട് കടന്നുറങ്ങേണ്ടി വന്നു. എന്നിട്ട് അവരൊരു കേരളത്തിലെ പ്രമുഖ TV ചാനലിൽ വന്നിട്ട് കഥയില്ലത് ജീവിതം എന്നും പറഞ്ഞിട്ട് കഥ പറഞ്ഞു അവരുടേത്. നോക്കുങ്ങള്, ആ പെൺകുട്ടിക്ക് ആദ്യം അറിയില്ല ഇതാരാണ്, അവന്റെ ഹാബിറ്റുകൾ അറിയില്ല, ജീവിതം അറിയില്ല, സ്വഭാവം അറിയില്ല, അവന്റെ ദൂഷ്യതകൾ അറിയില്ല. പക്ഷെ ചെവി കൊണ്ട് അവൾ പ്രേമിക്കുന്നു. ഈ ഫോണിലൂടെ ഇത്തിരി ഇക്കിളി വർത്താനം കേൾക്കുമ്പോഴേക്ക് ഞാനിതാ റെഡിയാന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവാൻ നിൽക്കുന്നു. അപ്പൊ ആരെങ്കിലും കണ്ടുപിടിക്കുകയാണ്. ഒരു മിസ്ഡ് കോള് വഴി പെൺകുട്ടി അതുവരെ അവളെ കൊണ്ടുവന്ന രക്ഷിതാക്കളെ, മാതാവിനെ, പിതാവിനൊക്കെ ഉപേക്ഷിക്കുകയാണ്. അത്തരം സന്ദർഭങ്ങളിലാണ്, അത്തരം ചെറിയ സൂചനകളൊക്കെ വരുമ്പോഴേക്കാണ് മാതാപിതാക്കൾ സജീവമാവേണ്ടതും അർഹമായ രീതിയിലുള്ള കല്യാണത്തിലേക്ക് അവളെ നയിക്കേണ്ടതും പറഞ്ഞു മനസ്സിലാക്കിക്കേണ്ടതും. പലപ്പോഴും നമ്മൾ അങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അവളുടെ സമ്മതം വാങ്ങൽ പ്രത്യേകം പുണ്യമാണെന്ന് ഇസ്ലാം പറയുന്നു. ഇനി എങ്ങനെയാണ് വൈവാഹിക ജീവിതം വേണ്ടത്? പരിശുദ്ധ ഖുർആൻ കുറേയേറെ അത് സംബന്ധമായി പറയുന്നുണ്ട്, അല്ലെ? സൂറത്തുൽ ബഖറയുടെ 228-ാമത്തെ വാക്യം, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫി. നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പെണ്ണിൽ നിന്ന് കിട്ടാൻ, അത്തരം അവകാശങ്ങളൊക്കെ പെണ്ണിന് നിങ്ങളിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട്, നല്ല രീതിയിൽ, ബിൽ മഅറൂഫ്. നമ്മളൊരു പെണ്ണിൽ നിന്ന് എന്തൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നു? നോക്കുങ്ങള്, അവൾക്ക് കുറെ മോഹങ്ങൾ ഉണ്ടാവും. നമ്മളടുത്ത് വന്നാൽ അതെല്ലാം തീർന്നു, ഇനി ഒരിക്കലും അതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന അവസ്ഥ വരരുത്. കുറെ സ്വപ്നങ്ങൾ ഉണ്ടാകും.
സ്വപ്നം കാണാന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതിയാണ്. നമ്മുടെ JPJ അബ്ദുൽ കലാമിന് അഗ്നിച്ചിറകുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അദ്ദേഹം യുവാക്കളോടും ചെറുപ്പക്കാരോടും വിദ്യാർത്ഥികളോടൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാനാണ് പറയണത്. ഒരു സ്വപ്നം കാണുമ്പോഴാണ് അങ്ങോട്ട് എത്തിച്ചേരുള്ളൂ നമ്മൾ. എത്ര സയന്റിസ്റ്റുകൾ അവരുടെ ഓരോ സ്വപ്നങ്ങൾ വഴി അവരിങ്ങോട്ടൊക്കെ എത്തിച്ചേർന്നു. നോക്കുങ്ങള്, അവരീ കണ്ടെത്തുന്നത് അവർക്ക് കണ്ടെത്തുന്ന ഒരു ഉറപ്പുണ്ടായിട്ടല്ല, അവര് സ്വപ്നം കണ്ടു, അതെത്താൻ വേണ്ടി അവർ അധ്വാനിച്ചു. എത്ര മഹാപണ്ഡിതന്മാർ ഒരിക്കലും അവർ ആ ഒരു രീതിയിലേക്ക് എത്തുമെന്ന് തോന്നാത്ത സന്ദർഭത്തിലും അവർ കണ്ട സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തു. അങ്ങനെ ലോകത്തിന് അവർ മാതൃകയായി മാറി. അപ്പൊ നാം കുറെ സ്വപ്നങ്ങളുമായി നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടി, അതോടൊപ്പം മൊത്തം അങ്ങോട്ട് തീർന്ന് തകർന്ന് ഇനി അവർക്കിഷ്ടല്ല ഇവർക്കിഷ്ടല്ല, അതുകൊണ്ട് അത് പറ്റൂല എന്നും പറഞ്ഞിട്ട് അന്തർമുഖയാവരുത്. മതം അനുവദിക്കുന്ന സ്വപ്നങ്ങൾക്കൊക്കെ ഭർത്താവ് കൂട്ടുനിൽക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മുത്ത് റസൂൽ ചോദിക്കുന്നുണ്ട്, ആ നീഗ്രോകളുടെ കരാട്ടക്കളി നിനക്ക് കാണണോന്ന്. അതേന്ന് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഹദീസിൽ. ആ സ്വപ്നം നടക്കണം. ആ കാണിച്ചു കൊടുക്കുന്ന രീതി തന്നെ ഉണ്ട്. മുത്ത് റസൂൽ ഇങ്ങനെ കൈ കുത്തി നിൽക്കുക വാതിലിന്റെ ഈ ഇതിൽ. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇവിടെ ഇങ്ങനെ തന്റെ ഈ താടഭാഗം വെച്ചിട്ട് അവരുടെ കളി കാണുക, അവരുടെ കായികമായ അധ്വാനം കാണുക. നോക്കുങ്ങള്, സ്വപ്നങ്ങൾക്ക് നമ്മൾ കൂട്ടുനിൽക്കണം. അവൾക്ക് അവളുടെ ഒരു ഉമ്മാന്റെ വീട്ടിലേക്കൊന്ന് പോണം, അവിടെ അവളെ ജ്യേഷ്ഠത്തി വരുന്നുണ്ട്. ഇന്നിപ്പോ ശരിയാവില്ല. എന്താ ഇന്ന് ശരിയാത്ത? ഇന്നിപ്പോ ഒരു ലീവുള്ള ദിവസമല്ലേ പോണ്ടത്. നമ്മളതിന് സംവിധാനം ഒരുക്കി കൊടുക്കണം. കുടുംബബന്ധം ചേർക്കുക എന്നുള്ളൊരു പുണ്യം അവിടെ കിട്ടും. പെണ്ണിന് മാനസികമായൊരു സന്തോഷം കിട്ടുക എന്നുള്ളൊരു ഗുണം അവിടെ കിട്ടും. നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നത് വഴിയുള്ള ധാരാളം ഇസ്ലാമികമായ ഗുണങ്ങൾ വേറെ കിട്ടും. എല്ലാത്തിനും വിലങ്ങായിട്ട് അത് ശരിയാവില്ല അതിന് പോകാൻ പറ്റൂല. നമ്മളെ കുട്ടീനെ എന്നെ സ്കൂളിൽ ചേർക്കണം എന്നാ പെണ്ണിന് ഒരു മോഹമുണ്ട്. നമ്മൾ അന്വേഷിച്ച് നോക്കുക, ആ സ്കൂളിന് എന്തെങ്കിലും തകരാറുണ്ടോ? ഇല്ല. അവള് പറയണമാതിരി നല്ല ഉഷാറുണ്ട്, എന്നാ നമുക്ക് അവിടെ കൊണ്ടുപോയി ചേർക്കാന്ന് വിചാരിക്കണം. അപ്പൊ കുറച്ച് ചെലവ് കൂടുതലാണ്. അത് വിഷയാക്കണ്ട, ഭാര്യന്റെ ഒരു മോഹല്ലേ. പിന്നെ വല്ല ദോഷം ഇതിനുണ്ടാവണം? ഒരു ദോഷമല്ല, പ്രത്യേകിച്ച് ഗുണമാണ്. ഇങ്ങനെയുള്ള ഹലാലായ മോഹങ്ങൾക്കൊക്കെ നമ്മൾ ഒപ്പം നിൽക്കണം. സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. ആ സ്വപ്നം നെയ്തെടുക്കാൻ രണ്ടുപേരും ഒന്നിച്ചു തുഴയണം. അപ്പോഴാണ് മഹാവിപ്ലവങ്ങൾ ജനിക്കുന്നത്. അപ്പോഴാണ് വലിയ സംഗതികൾ ഉണ്ടാകുന്നത്. അപ്പൊ മഅറൂഫ്, അവരോട് നന്മ ചെയ്യാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 19 പറയുന്നുണ്ട്, ആശിറൂഹുന്ന ബിൽ മഅറൂഫി, നിങ്ങൾ അവരോട് നല്ല രീതിയിൽ. മഅറൂഫ് അതിലേറെ ഇനി എങ്ങനെയാ പദം പ്രയോഗിക്കാന്ന് എനിക്കറിയില്ല. മഅറൂഫ് അള്ളാഹുവിന്റെ കലാമാണ്, സാരസമ്പൂർണ്ണ വചനമാണത്. മഅറൂഫ് അതിലെല്ലാ സ്നേഹവും എല്ലാ സൗഹൃദവും എല്ലാ രീതിയിലുള്ള വിട്ടുവീഴ്ചകളും പെട്ടു. അവരോട് നിങ്ങൾ അങ്ങനെയാണ് ഇടപെടേണ്ടത്. ചീത്ത പറയാം മനുഷ്യരുടെ മുമ്പിൽ വെച്ചിട്ട്, ചീത്ത പറയാം. അങ്ങനെ ശകാരിക്കാനൊന്നും അള്ളാഹു നമുക്ക് അധികാരം തന്നിട്ടില്ല. ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിർത്തണം. ചീത്ത പറയാ ഭാര്യനെ ആളുകളുടെ ഒക്കെ മുന്നിൽ വെച്ചിട്ട്. ഒരുങ്ങിയാടുണ്ടാവില്ല, ഇരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് ആട്ടുക. എല്ലാവരും നിൽക്കുന്ന സമയത്ത് ഒന്നിച്ചു പോകാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇറങ്ങിയപ്പോഴേക്ക് പെണ്ണിറങ്ങിയിട്ടില്ല. ഇദ്ദേഹത്തിന് നേരെ ഡ്രസ്സും മാറ്റി ഇറങ്ങിയാൽ മതി. അങ്ങേർക്ക് നിറച്ച് ഇവർക്കത് പോരാ. ഇവർക്ക് പലതും ചെയ്യണം. ജനലടക്കണം, വാതിലടക്കണം, വെന്റിലേഷനുകളൊക്കെ അടച്ചു വെക്കണം. അല്ലെങ്കിൽ സീറ്റൗട്ടിലൂടെ വന്ന് പാമ്പ് കയറിപ്പോകും. അങ്ങനെ വരുന്ന സമയത്തുണ്ടാവും 4-5 പാത്രം കുഞ്ഞുങ്ങൾ ലാസ്റ്റ് വെച്ചിട്ട് ഭക്ഷണം കഴിച്ചത് അങ്ങനെ ഇട്ടിരിക്കണ്. അത് ആരോഗ്യപരമായി മോശമാണ്, അത് കഴുകി വെക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ഡോറ് പൂട്ടണം. ഒക്കെ ഇറങ്ങി വരുമ്പോഴത്തേന് 2 മിനിറ്റ് വൈകും. അപ്പോഴേക്ക് ഈ ജനങ്ങളുടെ മധ്യേ വെച്ചിട്ട് അങ്ങനെ തന്നെ ഉറക്കം തൂങ്ങി അങ്ങനെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ശകാരിക്കുക. പെണ്ണിനെ ശകാരിക്കാൻ ഇസ്ലാം എപ്പോഴാണ് നമുക്ക് സമ്മതം തന്നെ? ഏത് വചനം കൊണ്ടാണ് നമുക്കത് ന്യായീകരിക്കാൻ പറ്റുക? ഭാര്യനെ വഴക്ക് പറയാൻ ആരാ സമ്മതം തന്നെ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴക്ക് പറഞ്ഞു. ചിലപ്പോഴൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് സർവ്വെണ്ണത്തിനും പിരിച്ചുവിടി റസൂലെ, വേറെ കെട്ടിച്ചേരാന്നൊക്കെ പറയും. ആയിഷ ബീവിയുടെ ഖദ്ഫ് സംഭവം ഒരു ഉദാഹരണം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 ദിവസമാണ് വഹി വരാൻ വേണ്ടി പ്രതീക്ഷിച്ചു നിന്നത്. സഫ്വാൻ റളിയല്ലാഹു അൻഹുവും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും തമ്മിൽ അവിഹിതമായ ബന്ധമുണ്ടായി എന്ന് ജൂതന്മാർ പറഞ്ഞു വരുത്തി. പരസ്പരം യുദ്ധം കഴിഞ്ഞിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഈ പ്രാഥമിക കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്രാ സംഘത്തിൽ നിന്ന് ദൂരേക്ക് പോയി. അത് കഴിഞ്ഞു വന്നപ്പോ ആയിഷ ബീവി വന്നതെല്ലാവരും കണ്ടു. അവരവരുടെ പല്ലക്കിൽ കയറിയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് യാത്രാ സംഘം യാത്ര തുടർന്നു. പക്ഷേ ആയിഷ ബീവിക്ക് തന്റെ കഴുത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ മാലുണ്ട്, അത് നഷ്ടപ്പെട്ടത് ബോധ്യപ്പെട്ടത് അപ്പോഴാ. അപ്പൊ അവരത് തെരഞ്ഞിട്ട് അങ്ങനെ പോയി. പിന്നെ വന്നപ്പോഴേക്ക് യാത്രാ സംഘം പോയിട്ടുണ്ട്. അവരവിടെ ക്ഷമയോടെ കാത്തിരുന്നു. കാരണം ഏത് യാത്രാ സംഘത്തിന്റെയും പിറകിൽ ഈ നഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ പെറുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരും. സഫ്വാൻ റളിയല്ലാഹു അൻഹു ആണ് വന്നത്. ആയിഷ ബീവി അങ്ങനെ കണ്ടപ്പോഴേ മൂപ്പർക്ക് മനസ്സിലായി ഫുള്ള് മൂടിയിട്ടാണ്. എന്തുകൊണ്ട് മനസ്സിലായി എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ആ യാത്രാ സംഘത്തിൽ പെണ്ണുങ്ങൾ വേറൊന്നുമില്ല. മുത്ത് റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ കൂട്ടിയതൊഴിച്ചാൽ അപ്പൊ ഒരു പെണ്ണ് നിൽക്കണണ്ട, അത് റസൂലിന്റെ ഭാര്യ ആയിഷ ബീവി തന്നെ എന്ന് മനസ്സിലാവും. അദ്ദേഹം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ട് ഒട്ടകത്തിന് അവിടെ മുട്ടുകുത്തിച്ചു കൊടുത്തു. എന്നിട്ട് ഒട്ടകപ്പല്ലക്കിൽ ആയിഷ ബീവി കയറി കയ്യും ആ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് സഫ്വാൻ റളിയല്ലാഹു അൻഹു മദീന വരെ നടന്നു. ഒരക്ഷരം അവർക്കിടയിൽ മിണ്ടിയിട്ടില്ല, ഈ ഒരു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാതെ. പക്ഷെ ഇത് മുഹമ്മദിനെ തോൽപ്പിക്കാൻ നല്ലൊരു ചാൻസാന്നും പറഞ്ഞിട്ട് ശത്രുക്കൾ ഇറങ്ങി. മുനാഫിഖീങ്ങൾ ശക്തമായി പ്രവർത്തിച്ചു. വിശ്വാസികൾക്കിടയിൽ തന്നെയും പലപ്പോഴും ഭയങ്കരമായ ടെൻഷൻ ഉണ്ടായി. എന്നാലും അങ്ങനെ ആയല്ലോ എന്നുള്ള രീതിയിലേക്ക് അവരൊക്കെ അവരുടെ ചിന്ത മാറ്റി. പലരും 10-40 ദിവസം അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ പരീക്ഷിക്കപ്പെട്ടു. വഹി ഇറങ്ങിയതുമില്ല. റസൂലാണ് ഈ ഖുർആൻ കൊണ്ടുവരുന്നത് എന്നൊക്കെ പറയുന്ന ചില അബദ്ധങ്ങൾ പലരും പ്രചരിപ്പിക്കാറുണ്ട്. റസൂൽ അവിടെ എവിടെയും പോയിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ഖുർആൻ. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഇതിനെ മറുപടിയായി ഇറങ്ങിയ സൂറത്തുന്നൂർ, സൂറത്തുന്നൂർ അവതരിക്കണത് തന്നെ വേറൊരു ശൈലിയില്ല. സൂറത്തുൻ അൻസൽനാഹ എന്നും പറഞ്ഞിട്ട് ഇത് അള്ളാഹു ഇറക്കണ സൂറത്താന്നും പറഞ്ഞു. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ശ്രദ്ധ ക്ഷണിക്കാൻ അങ്ങനെ പറയണത് സൂറത്തുൻ അൻസൽനാഹ. ആ സൂറത്തിൽ അള്ളാഹു ആയിഷ ബീവിയുടെക്കെതിരെയുള്ള ഖദ്ഫാരോപണത്തെ തിരുത്തിയുള്ള ആയത്തുകൾ ആദ്യഘട്ടത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. കാരണം മുഅ്മിനീങ്ങളെ പോലും അത് സ്വാധീനിച്ചു. അതുകൊണ്ടാണ് സൂറത്തുൻ നൂറിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കെതിരെയുള്ള ഖദ്ഫ് സംഭവത്തെ വിമർശിച്ചിറങ്ങുന്ന ആയത്തിൽ 20 ആയത്തുകളിൽ 18 എണ്ണവും മുഅ്മിനീങ്ങളോടാവുന്നത്. എന്തുകൊണ്ട് നിങ്ങളത് കേട്ടപ്പോൾ എങ്ങനെ വിശ്വസിച്ചില്ല, എന്തുകൊണ്ട് നിങ്ങൾ അതിനെ എങ്ങനെ പ്രതിരോധിച്ചില്ല എന്നും പറഞ്ഞിട്ട് ഇത്രമേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിക്ഷീണിതനായി. പക്ഷേ ആയിഷ ബീവിയെ ഒഴിവാക്കിയ ആയിഷ ബീവിന്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനൊക്കെ പറയിപ്പിച്ചില്ലേ എന്ന് വെച്ച് 2 പൊട്ടിച്ചോ? ഇല്ല. അവിടുന്ന് ഉമ്മുറുമാൻ അങ്ങനെ കാണും. ആയിഷ ബീവിയുടെ ഉമ്മയെ എന്താ ആയിഷുവിന്റെ വർത്താനം എന്ന് ചോദിക്കും. അവര് പറയുന്ന ഒരു ബാക്കിയുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്, ബാക്കിയൊക്കെ പോയിക്കണ്. ഭക്ഷണം കഴിക്കാതെ ദുഃഖിച്ച് അവരുടെ ഒരു കാര്യമല്ല. ഹബീബായ നബി തങ്ങൾ പ്രതിരോധത്തിലാകുന്നു, സഹാബാക്കിറാം പ്രതിരോധത്തിലാകുന്നു. അത്തരം ഒരു സന്ദർഭം ഭാര്യയിൽ നിന്നുണ്ടായിട്ട് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ ഭർഷിച്ചോ? വഴക്ക് പറഞ്ഞു, ഇരുന്നിങ്ങനെ ഉറങ്ങും എന്ന് പറഞ്ഞോ? അപ്പോഴേ എനിക്ക് കക്കൂസ് പോകാൻ തോന്നിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞു. അല്ല, ഇനിയിപ്പോ എൻ്റെ ഒരു ചെയിന് പോയാൽ എന്താ ഇപ്പൊ വരിക, എടുക്കാൻ പിന്നോട് പോണ്ടിന്നോന്നൊക്കെ പറഞ്ഞ് വൃത്തികെട്ട രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു. ഒരക്ഷരം മിണ്ടിയില്ല. ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല രീതിയിൽ ഭാര്യമാരുമായി ഇടപെടണം, നല്ല രീതിയിൽ. ഖുർആൻ പിന്നെയും പറയുന്നുണ്ട്, വലാ തുംസികൂഹുന്ന ളിറാറൻ ലിതഅ്തദു, ശത്രുത കാണിച്ച് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അവരെ അവിടെ അങ്ങനെ പിടിച്ചു വെക്കരുത്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ശരീരത്തെയാണ് ആക്രമിക്കുന്നതെന്ന് ബഖറയുടെ 231 വാക്കിൽ അള്ളാഹു പറയുന്നു. നമുക്ക് വേണ്ടാന്ന് തോന്നിയാൽ ഇസ്ലാം അതിന് ചില നടപടിക്രമങ്ങൾ പറയുന്നുണ്ട്. ആ രീതിയിലേക്ക് മാറുക. തൊഴിക്കാനും വടിക്കാനും അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കാനും പറ്റൂല. അത് ഒരു അന്യ മനുഷ്യനോട് പറ്റുമോ? ലാ ളററ വലാ ളിറാർ. ഇസ്ലാമിന്റെ രീതി അതാണ്. അക്രമല്ല, അതിക്രമല്ല. ഒരു അന്യ മനുഷ്യനോട് നമുക്ക് അക്രമം കാണിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഉപദ്രവിക്കാൻ പറ്റുമോ? ഇല്ല. ചില ആളുകളൊക്കെ ഈ രീതി മറന്നത് കൊണ്ടാണ് ഫെമിനിസം ഒക്കെ രൂപപ്പെടുന്നത്. മുസ്ലിം എന്നുള്ള രീതിയിൽ പരിമിതപ്പെടുത്തി പറയല്ല ഞാൻ.
ഭാര്യനെ വേണ്ട വിധം കൈകാര്യം ചെയ്യാതെ വളരെ മോശം രീതിയിലുള്ള സമീപനം നടത്തിയത് കൊണ്ടാണ് പലപ്പോഴും ഫെമിനിസം ഒക്കെ രൂപപ്പെട്ടത്. അവർ മുന്നോട്ട് വെച്ച ആദർശം വളരെ മലിനമായിരുന്നു, അത് മറ്റൊരു കാര്യം. ഇങ്ങനെയാണ് ഭാര്യമാരോട് സമീപനം നടത്തേണ്ടത്. ഏതെങ്കിലും രീതിയിൽ അവരുമായി നമുക്ക് ഒരു നിലക്കും ഇണങ്ങിച്ചേരാൻ പറ്റില്ലെങ്കിൽ അതിനും ഇസ്ലാം നല്ല പരിഹാരം നൽകുന്നുണ്ട്. മറ്റു ചില ദർശനങ്ങളിൽ ഭാര്യയുമായി വിവാഹം കഴിഞ്ഞാൽ അതൊന്ന് വേർപെട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റവ് പൊട്ടിത്തെറിക്കേണ്ടി വരും, കറണ്ട് പിടിച്ച് ഭാര്യ മരിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥ അല്ല. ഇതൊരിക്കലും മുന്നോട്ട് പോകൂല എന്നാണ് തോന്നുന്നതെങ്കിൽ മാന്യമായ രീതിയിൽ മര്യാദയ്ക്ക് പിരിച്ചുവിടാനുള്ള അവകാശമുണ്ട്. അത് രണ്ടുപേർക്കുമുണ്ട്. ത്വലാഖ് എന്ന പേരിൽ പുരുഷനുണ്ട്, ഫസ്ഖ് നടത്താം, ഖുൽഅ് നടത്താം. സ്ത്രീകൾക്ക് പുരുഷനെ പിരിച്ചുവിടാനുള്ള മാർഗമുണ്ട്. അത് ചിലപ്പോൾ പലർക്കും അറിയണ്ടാവില്ല. ഈ തലാഖ് ഇങ്ങനെ നാവിന്റെ ചുണ്ടത്ത് കൊണ്ടുപോകണതേ അറിയുള്ളൂ. 300 തലാഖും 3000 തലാഖും ഒക്കെ ചൊല്ലും. എന്നിട്ട് പിന്നെയാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുക. അതായത് ഞാൻ പിന്നെ അങ്ങനെ വിചാരിച്ച് ചെല്ലിയതല്ല, ഞാൻ ഈ ദേഷ്യം പിടിച്ച് ചെല്ലിയതാണ്. ആരാ ദേഷ്യം പിടിക്കാതെ തലാഖ് ചെല്ലുക? ഭാര്യനെ എന്നെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്, കവിളിലും മുത്തും കൊടുത്ത് മോളെ എന്നൊക്കെ പറഞ്ഞാണ്ട് അന്നാൻ തലാഖില്ല. ആരെയും പറയും ദേഷ്യം പിടിച്ചിട്ട് തന്നെ സംഭവം ഉണ്ടാവുക. അപ്പൊ ഞാൻ ദേഷ്യം പിടിച്ച് പറഞ്ഞു ഏതാണ് 3000 300 ബിനംബാസ് തങ്ങളടുത്ത് വരുന്നുണ്ട് ഒരാൾ, ഞാൻ 300 തലാഖല്ലേ 3 എടുത്ത് ബാക്കിയോടെ വിട്ടാളാന്ന് പറഞ്ഞു. മൂപ്പര് 3 എടുത്തോ ബാക്കിയോടെ വിട്ടാൽ മതി. പെണ്ണിനെ നമ്മളെ പിടിച്ചുവിടാനുള്ള അവകാശമുണ്ട്. പിന്നെ അവര് വൈകാരികമായി സ്വാധീനം നേടുന്നവരായതുകൊണ്ട് അതിന് ത്വലാഖിനേക്കാൾ കുറച്ച് നിബന്ധനകളുണ്ട്. കുറച്ച് നിബന്ധനകളുണ്ട്, കുറച്ച് സ്റ്റെപ്പ് കൂടുതലാണ്. കാരണം വൈകാരികമായി അവർക്ക് പെട്ടെന്ന് ഒരു ഇത് എടുത്തുചാട്ടം വരുന്നതാണ്. അപ്പൊ ഈ ബന്ധം അങ്ങനെ തകരരുത് നിർത്തിയിട്ട്. അപ്പൊ ഈ ത്വലാഖും അങ്ങനെ ചെയ്യേണ്ടതല്ലല്ലോ. വല്ലാതെ കുടുങ്ങിക്കഴിഞ്ഞാൽ ഒരു ത്വലാഖ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ യുദ്ധകാലത്ത് നേരെ തിരിച്ചെടുക്കാം, നിക്കാഹ് പോലും വേണ്ട. അല്ലെങ്കിൽ 2 ത്വലാഖ് വേറൊരു സന്ദർഭത്തിൽ അങ്ങനെ വന്നാലും യുദ്ധകാലത്ത് പിരിച്ചുവിടാം, തിരിച്ചെടുക്കാം, നല്ല നിലക്ക് തിരിച്ചെടുക്കാം. യുദ്ധ കഴിഞ്ഞാൽ വേണമെങ്കിൽ നിക്കാഹ് വഴി തിരിച്ചെടുക്കാം. അതല്ലാത്ത രീതിയിൽ 3 ത്വലാഖൊക്കെ എടുത്ത് 3 3000 ഒക്കെ ചെല്ലുന്നവരാണ് പിന്നെ പ്രതിരോധത്തിലാവുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ബായിനായ ത്വലാഖ് എന്നാണ് പറയാം. പിന്നെ സ്റ്റെപ്പ് കുറച്ച് കഠിനമാണ്. പിന്നെ ആ പെണ്ണിനെ തന്നെ കിട്ടണം എന്നിങ്ങനെ മോഹം വരും. കുട്ടി ഇങ്ങനെ കരയണത് കാണുമ്പോൾ അതിന്റെ അമ്മാനെയാണെല്ലാം പിരിച്ചിട്ടതെന്ന് തോന്നും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പഴയ ഓർമ്മകൾ നൊസ്റ്റാളജിയെ ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തും. ആ സമയത്തിന്റെ ഓളെ തന്നെ എനിക്ക് കിട്ടണ്ടേന്ന് തോന്നും. ആ പുരുഷന് കഠിനമായ പരീക്ഷണം കൊടുക്കുന്നു ഇസ്ലാം. ഈ പെണ്ണിനെ നൈസർഗികമായ രീതിയിൽ മറ്റൊരാള് കല്യാണം കഴിച്ച് അയാളുടെ ജീവിതത്തിൽ എപ്പോഴോ ഒന്ന് വേണ്ടാന്ന് വെച്ച് അയാള് ത്വലാഖ് ചൊല്ലി യുദ്ധം കഴിഞ്ഞിട്ടേ പിന്നെ പെണ്ണിനെ സ്വീകരിക്കാൻ കഴിയുള്ളൂ. ചില ഫെമിനിസ്റ്റുകളൊക്കെ ഉണ്ട്, ഇത് ഇസ്ലാം പെണ്ണിനോട് നടത്തുന്ന വലിയ പീഡനാണെന്ന് പറഞ്ഞിട്ട്. ഒരിക്കലുമല്ല. ഇത് ഇസ്ലാം പുരുഷനോട് നടത്തുന്ന വലിയ പീഡനാണ്. എന്തുകൊണ്ട്? ഇയാൾക്ക് പിന്നെയും ഇവളെ കല്യാണം കഴിക്കണം എന്ന് മോഹിക്കുമ്പോഴാണ് ഇത്തരം സംഗതികളിലേക്ക് കടക്കേണ്ടതുള്ളൂ, അല്ലേ? ഇയാൾക്ക് മോഹിക്കാന്ന് പറഞ്ഞാൽ ആ പെണ്ണ് പിന്നെയും എന്റെ ജീവിതത്തിലേക്ക് വരണം എന്നാണ്. അപ്പൊ അള്ളാഹു വളരെയേറെ ദേഷ്യത്തോടുകൂടെ ഹലാലാക്കിയ ഒരു കാര്യം ത്വലാഖ്, അല്ലേ? അബ്ഗളുൽ ഹലാലി ഇലല്ലാഹി അത്വലാഖ്. അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള ഹലാൽ അത് ത്വലാഖാണ്. അതുകൊണ്ട് മസ്ലഹത്ത് ചർച്ചയൊക്കെ നടന്ന് ത്വലാഖിലേക്ക് തന്നെ എത്തിക്കഴിഞ്ഞാൽ ചില പൂർവിക പണ്ഡിതന്മാരൊക്കെ എന്നാ പുറത്തിറങ്ങിയിട്ട് റോട്ടിൽ നിന്ന് ത്വലാഖ് ചൊല്ലിക്കോളൂ എന്ന് പറയും. കാരണം അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു ഹലാൽ എന്റെ വീട്ടിൽ വെച്ച് നടക്കണ്ടെന്ന് കരുതിയിട്ട്. അപ്പൊ അള്ളാഹു ഇങ്ങനെ ഗത്യന്തരമില്ലെങ്കിൽ എടുത്തുപയോഗിക്കാൻ കൊടുത്ത ഒരു നിയമം അയാള് തീരെ ബുദ്ധിപൂർവമല്ലാതെ ഉപയോഗിച്ചു. അങ്ങനെ അയാൾ കുറ്റക്കാരനായി. അതുകൊണ്ട് അയാൾക്കൊരു പരീക്ഷണം കിട്ടണം. അയാൾ അങ്ങനെ വിട്ടാ പറ്റൂല. ഇവന് പിന്നെ പെണ്ണിനോട് മോഹം വരുന്നു. 3 ത്വലാഖ് ചൊല്ലിയ പെണ്ണിനോട് ഇവന് മോഹം വരുന്നു. ആ പെണ്ണിനെ അവന്റെ ജീവിതത്തിലേക്ക് അങ്ങനെ കൊണ്ടുവന്നാ പറ്റൂല. പിന്നെ വേറൊരാള് കല്യാണം കഴിക്കണം. അപ്പൊ അത് ഈ പെണ്ണിനെ പീഡിപ്പിക്കലല്ലേ? എങ്ങനെ ഇപ്പൊ വേറൊരാള് കല്യാണം കഴിക്കുമ്പോ പീഡനാവണത്? ഇപ്പൊ വിമർശനം നടത്തുന്ന യുക്തിവാദികളും അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളും ഒക്കെ ആരോടും എത്ര വേണമെങ്കിലും രതി ചെയ്യാന്ന് തീരുമാനിച്ചവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും അതിനുവേണ്ടി പ്രചാരണം നടത്തുന്നവരുമാണ്.
ആരോടും എത്ര വേണമെങ്കിലും സെക്സ് നടത്താം. അതൊക്കെ മനുഷ്യന്റെ നൈസർഗികമായ താല്പര്യം. അത് നമ്മൾ തെരഞ്ഞെടുപ്പ് മാത്രമാണ് അവിടെ വേണ്ടത്. നമ്മുടെ മനസ്സ് സമ്മതം മാത്രമാണ് അവിടെ വേണ്ടത്. അങ്ങനെയാണ് ഈ ധാർമ്മികത നിശ്ചയിക്കാൻ അവരൊക്കെ മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡം സമ്മതം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സമ്മതം മാത്രം. അപ്പൊ സമ്മതമുണ്ട് എങ്കിൽ ആർക്കും ആരോടും എത്രയും എന്തുമാകാന്ന് പറയുന്ന ആളുകൾ ഔദ്യോഗികമായൊരു നിക്കാഹ് വഴി 3 ത്വലാഖ് ചെല്ലപ്പെട്ട സ്ത്രീ വേറൊരു പുരുഷനുമായി ബന്ധപ്പെടുന്നതിൽ, ഒന്നിച്ച് ജീവിക്കുന്നതിൽ ഇവർക്ക് എങ്ങനെ വിമർശിക്കാൻ പറ്റുക? എന്തുകൊണ്ടാണ് മറ്റൊരു പുരുഷനെ പ്രാപിക്കൽ ഒരു പെണ്ണിന് മാനസികമായി വിഷമം വരുന്നത്? മാനസികമായൊരു പെണ്ണിന് വേറൊരു പുരുഷനെ പ്രാപിക്കുന്നത് എങ്ങനെ വിഷമം വരുന്നത്? അള്ളാഹു അത് ഹറാമാക്കി എന്നുള്ളത് കൊണ്ട്, മതം വിലക്കുന്നു എന്നതുകൊണ്ട്. നേരെ മറിച്ച് രണ്ടാമത്തെ കെട്ടും മതം അനുവദിക്കുകയാണ് എന്നല്ല, അങ്ങനെ ചെയ്തിരിക്കണമെന്ന് മതം പറയാം. അപ്പൊ അവൾക്ക് വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. മതം അനുവദിച്ച ഔദ്യോഗികമായൊരു പുരുഷനോടൊപ്പമാണ് അവൾ പിന്നെ ജീവിക്കുന്നത്. അവരുടെ ജീവിതം അങ്ങനെ മനോഹരമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റേ ചങ്ങാതി ഇവളെ കിട്ടണം എന്നുള്ള കൊതിയായിട്ട് അങ്ങനെ ഇരിക്കണം. ആരെയപ്പത് പീഡിപ്പിക്കണത്? 3 തലാഖ് ചെല്ലപ്പെട്ട സ്ത്രീ അവളുടെ പുതിയ ഭർത്താവുമായി മനോഹരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവർക്ക് രണ്ടുപേർക്കും യാതൊരു പ്രശ്നമില്ല. ഇത് വേർപിരിയണമെന്നൊരു താല്പര്യമില്ല. അത് അങ്ങനെ തന്നെ പോയിരിക്കണം. അപ്പൊ ആരാ അത് പീഡിതനാവണത്? തന്റെ ആ ഭാര്യനെ തന്നെ എനിക്ക് കിട്ടണം. ആദ്യമായി എന്റെ ജീവിതത്തിൽ വന്നവൾ, ആദ്യമായി ഞാൻ അനുഭവിച്ചവൾ, അവളെ തന്നെ എനിക്ക് കിട്ടണം എന്ന് കരുതിയിട്ട് നീറിപ്പുകയുന്നത് ഭർത്താവാണ്. ഈ പരിപാടി ഭർത്താവിനെയാണ് പരീക്ഷിക്കുന്നത്, ഭാര്യനെയല്ല. പിന്നെ ഒരു ചടങ്ങിക്കണ പരിപാടി. ഏതോ ഒരുത്തനെ പൈസ ഒക്കെ കൊടുത്ത് ഒപ്പിച്ച് ജന്തിയെ അങ്ങനെ 3 തലാഖ് പോയി, അതുകൊണ്ട് എന്റെ ഭാര്യനെ ഈ ഒന്ന് നിക്കാഹ് കഴിക്ക്, എന്നിട്ട് ലൈംഗിക ബന്ധം നടക്കണം, അതതിന്റെ നിബന്ധന. അതിനുശേഷം നീ ഒന്ന് ത്വലാഖ് ചെല്ല്. ഇത് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇങ്ങനെ ചെയ്യാൻ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, അലാ അഖ്ബിറുക്കും ബിത്തയ്യിസിൽ മുസ്തആർ, കടം കൊണ്ട വായ്പ വാങ്ങിയ കൂറ്റനാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നത്. ഈ ചവിട്ടിക്കാൻ നിൽക്കുന്ന ആടുകളൊക്കെ ഉണ്ടാവില്ലേ ചില വീട്ടിലൊക്കെ? അപ്പൊ റസൂൽ അതാ പ്രയോഗം നടക്കുന്നത്. ഞാൻ ഈ വായ്പ വാങ്ങിയ, വാടകക്കെടുത്ത ഈ ആടിനെ, ഈ കൂറ്റനാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. ഖാലു, സാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ റസൂലേ പറഞ്ഞു തരൂ. ഖാല ഹുവൽ മുഹല്ലിൽ, 3 തലാഖ് ചെല്ലപ്പെട്ട പെണ്ണിനെ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി കൂലിക്ക് ചടങ്ങ് നിൽക്കുന്നയാളാകുന്നു അവൻ. കൂലിക്ക് ചടങ്ങ് നിൽക്കുന്ന ആളാണ് അവൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅനല്ലാഹുൽ മുഹല്ലില വൽ മുഹല്ലല ലഹു, ഇങ്ങനെ ചടങ്ങ് നിൽക്കുന്നവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു, ചടങ്ങ് നിർത്തുന്നവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. മുഹല്ലിൽ, ചടങ്ങ് നിൽക്കണോൻ. 3 തലാഖ് ഏതോ ഒരു പിരാന്തിൽ മറ്റോ ചൊല്ലിപ്പോയി, ഇനി അവൻ ഈ പെണ്ണിനെ ഹലാലാക്കാൻ വേണ്ടി ചടങ്ങിന് നിന്നു കൊടുക്കുന്നവൻ. മുഹല്ലൽ ലഹു, ആർക്ക് വേണ്ടിയാണോ ചടങ്ങ് നിൽക്കുന്നത്, ആദ്യം 3 തലാഖ് ചൊല്ലിയ ചങ്ങാതി, രണ്ടുപേരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പോ ഭർത്താവിന് ഭാര്യക്ക് നൽകേണ്ട കുറെ ബാധ്യതകളുണ്ട്. ഇസ്ലാം അത് പ്രധാനമായി 4 എണ്ണമായിട്ട് പരിഗണിക്കുന്നു. അവൾക്ക് ചെലവ് കൊടുക്കണം, അവൾക്ക് വസ്ത്രം കൊടുക്കണം, അവൾക്ക് ആവശ്യമായ ഈ താമസ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം. സ്വന്തമായി വീടുണ്ടാകുമ്പോൾ വളരെ നന്നായി, അല്ലെങ്കിൽ അതിന് പറ്റും വിധത്തിൽ, കുഴപ്പങ്ങളൊന്നുമില്ലാത്ത വിധത്തിൽ അവൾക്ക് പാർക്കാൻ പറ്റുന്ന വാടക വീടോ അല്ലെങ്കിൽ വായ്പെടുത്ത വീടോ ഏതെങ്കിലും വീട് ഒപ്പിച്ചു കൊടുക്കണം. അപ്രകാരം അവളോട് നല്ല രീതിയിൽ സഹവർത്തിക്കണം. സ്ത്രീയും അതുപോലെ ഭർത്താവിനോട് ചെയ്യേണ്ട ചില ബാധ്യതകളൊക്കെ ഉണ്ട്. അത് ഈ വിഷയത്തിലല്ല സംസാരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങാനും അവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ടാൽ ത്വലാഖ് എന്ന് പറയുന്ന പ്രത്യേകമായ നിയമം വഴി അതും ഇസ്ലാം നമുക്ക് കാണിച്ചു തരുന്നു. അതിന് കേറി ത്വലാഖ് അല്ല വേണ്ടത്. വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇന്റെ 32-ാമത്തെ വചനത്തിൽ അത് കൃത്യമായ രീതിയിൽ, 34-ാമത്തെ വചനത്തിൽ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅദകും അലാ ബഅദ്. പുരുഷന്മാരുടെ സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാണ് പുരുഷന്മാർ. അതെന്തുകൊണ്ട്? അവർക്ക് അള്ളാഹു ചില ശ്രേഷ്ഠതകൾ നൽകിയിരിക്കുന്നു. അത് ദറജയിലുള്ള ശ്രേഷ്ഠത അല്ല, തെറ്റിദ്ധരിക്കരുത്. പദവിയിലുള്ള ശ്രേഷ്ഠതയല്ല, തെറ്റിദ്ധരിക്കരുത്.
പെണ്ണൊരു അമല ചെയ്താൽ പകുതി കൂലി, പുരുഷൻ അമല ചെയ്താൽ ഇരട്ടിക്കൂലി, അങ്ങനെ ഇല്ലേ ഇല്ല. ആ രീതിയിൽ പെണ്ണിനാണ് ആനുകൂല്യം. മെൻസസ് പീരിയഡ്സിൽ ബുദ്ധിമുട്ടുണ്ടാകും, പ്രത്യേകിച്ച് ആദ്യത്തെ 2-3 ദിവസം വല്ലാത്ത പൈനുണ്ടാകും പലർക്കും. ആ സമയത്ത് നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, അവള് ജുമാ ജമാഅത്തിന് വേണ്ടി നടക്കേണ്ടതില്ല, അവൾക്ക് യുദ്ധത്തിന് പോവേണ്ടതില്ല, അവൾക്ക് രാജ്യസുരക്ഷ ഒരുക്കേണ്ടതില്ല, അവൾക്ക് കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കളുടെയും ചെലവ് സംഘടിപ്പിക്കേണ്ടതില്ല. ഭർത്താവ് ഉണ്ടായിരിക്കെ ഒരു പെണ്ണിന് ജോലിക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല. അവർക്ക് അவ்விധത്തിലൊക്കെ ഉള്ള ആനുകൂല്യം കൊടുക്കുകയും വീട്ടിൽ വെച്ച് ദിക്റും സലാത്തും മക്കളെ നോക്കലൊക്കെ ആയിട്ട് സ്വർഗം നേടാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവർക്ക് വേണ്ടി അധ്വാനിക്കാൻ പുരുഷൻ നിർബന്ധിതനാണ്. അവൻ അതിനു പറ്റും വിധം ശാരീരിക ക്ഷമത അള്ളാഹു നൽകിയിരിക്കുന്നു. അള്ളാഹു നൽകിയതല്ല, ഇത് പരിണാമം വഴി ഇങ്ങനെ രൂപപ്പെട്ടതാന്ന് വിശ്വസിക്കുന്ന കുറെ മന്ദബുദ്ധികളുണ്ട്. ആയിക്കോട്ടെ, നമുക്ക് തൽക്കാലം സമ്മതിക്കാം, പരിണാമം വഴി രൂപപ്പെട്ടതാണ്. പരിണാമം വഴി രൂപപ്പെട്ടു എന്ന് പറയുമ്പോഴും ആണിന്റെ ശരീരവും പെണ്ണിന്റെ ശരീരവും വ്യത്യസ്തമാണ്. ഒന്ന് സോഫ്റ്റ് ആണ്, ഒന്ന് ഹാർഡാണ്, ഒന്ന് ഫ്ലെക്സിബിൾ ആണ്, ഒന്ന് അങ്ങനല്ല, ഇങ്ങനെ സ്റ്റേൺ ആയിട്ട് നിൽക്കും. ഒന്ന് മാനസികമായി സ്ട്രോങ് ആണ്, ശബ്ദം കേട്ടാ പേടിക്കൂല, പാമ്പിനെ കണ്ടാ വറക്കൂല, നായ അപ്പുറത്ത് കൂടെ പോകുമ്പോഴേക്ക് ഇപ്പുറത്ത് മേന്നും പറഞ്ഞിട്ട് മതിലുമ കയറൂല. നേരെ മറ്റ് സ്ത്രീകളുടെ ശരീരത്തിന് ഇങ്ങനെയൊക്കെയുള്ള ചില പരിമിതികളുണ്ട്. അപ്പോ അള്ളാഹു ഇങ്ങനെ ശ്രേഷ്ഠത കൊടുത്തത് കൊണ്ട് പെണ്ണിനെ ചുമതല കവ്വാമ് കയ്യമ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഈ സ്ഥാപനത്തിന്റെ കവ്വാമാണ് മൂപ്പരെന്ന് ഒരാളെ പറ്റി പറഞ്ഞാൽ മൂപ്പരാണിത് നടത്തിക്കൊണ്ടുപോണ ആള്. അപ്പൊ പെണ്ണിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവളുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടയാൾ പുരുഷനാകുന്നു. അതുകൊണ്ട് നല്ല പെണ്ണുങ്ങൾ അള്ളാഹുവിന്റെ നിയമങ്ങളൊക്കെ സൂക്ഷിച്ച് ജീവിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് വല്ലത്തി തഖാഫൂന നുശൂസഹുന്ന, പിണങ്ങിപ്പോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ഫഅ്ലൂഹുന്ന, അവരോട് നിങ്ങൾ നല്ല ഉപദേശം കൊടുക്കണം. പെട്ടെന്നെടുത്ത് തലാക്കല്ലരുത്, നല്ല ഉപദേശം കൊടുക്കണം. അവിടെ മക്കളെ കാര്യം ആലോചിച്ച് നോക്കിനി, എന്തിനാ അങ്ങനെ വിഷമിക്കണത്? ഇപ്പൊ എനിക്ക് സാമ്പത്തികമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്, അതൊക്കെ തീരുമല്ലോ, നീ പറഞ്ഞ സംഗതികളൊക്കെ ഞാൻ ചെയ്തു തരുമല്ലോ. നല്ല വഴന്നു പറയണം. അതിലവള് ഒതുങ്ങണില്ലെങ്കിൽ വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഇ, ഒപ്പം കിടക്കുന്നതിൽ നിന്ന് വേർപ്പെടുത്തണം. നമ്മൾ വേറെ റൂമിൽ കിടക്കുക, കുട്ടികളെയും കൊണ്ട് ഓളെ വേറെ റൂമിൽ കിടത്തുക. സ്വാഭാവികമായും ഒരു പെണ്ണിന് അത് സഹിക്കാനേ പറ്റൂല. അവള് പണക്കൊക്കെ മറന്ന് മുന്നോട്ട് വരും. ഇതൊന്നും പറ്റൂലെങ്കിൽ, ഇതുകൊണ്ടൊന്നും നടക്കണില്ലെങ്കിൽ ഫളരിബൂഹുന്ന, അവരെ നിങ്ങൾക്ക് അടിക്കാം. പേറാം എന്നല്ല കേട്ടോ, ഇടിക്കാം എന്നല്ല കേട്ടോ, പല്ല് കൊയ്ക്കാം എന്നല്ല, കർണപുടം പൊട്ടിക്കാന്നല്ല കേട്ടോ. റസൂലുള്ളാഹി അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരിക്കലും മുറിവാവാൻ പാടില്ല, അടയാളം ഉണ്ടാകാൻ പാടില്ല. ഇമാമന ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട്, ഹസൻ ബസ്രി തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, പെണ്ണിനെ അടിക്കാന്ന് പറയുന്നുണ്ട്, പക്ഷെ മുറിയാവാൻ പാടില്ല, പാടുണ്ടാകാനൊന്നും പാടില്ല, പിന്നെ എന്തടിയാന്ന്? ഹസൻ ബസ്രി തങ്ങൾ പറയുന്നുണ്ട്, ഈ മിസ്വാക്ക് പോലത്തത് കൊണ്ടാണ് അടിയുന്നത്. മിസ്വാക്ക് എന്ന് പറയുമ്പോഴത്തേന് നല്ലൊരു കട്ടിയുള്ളൊരു സാധനം മനസ്സിലാക്കരുത്. ഈ ഇത്ര പോന്ന അറാക്കിന്റെ കൊള്ളി, അവരുടെ സ്വപ്നത്തിലുള്ള, അവരുടെ സങ്കല്പത്തിലുള്ള, അവരുടെ ജീവിതത്തിലുള്ള മിസ്വാക്ക് അതാണ്. അപ്പൊ ഈ അറാക്കിന്റെ കൊള്ളി കൊണ്ട് അടിക്കണം എന്ന് എന്തിത്തടിയാന്നൊക്കെ തോന്നുന്നുണ്ടാവും പലർക്കും. വേറൊരു തഫ്സീർ പണിയുന്നത് മിന്തിയിൽ കൊണ്ടടിക്കണം എന്നാ, ടവ്വലുകൊണ്ട് അടിച്ച എന്തായിരിക്കും? എന്നെ ഇതുവരെ പൊന്നുപോലെ സൂക്ഷിച്ച, എനിക്ക് വേണ്ടി സർവ്വം ത്യജിച്ച എന്റെ ഭർത്താവിന് എന്നോട് താല്പര്യമില്ല എന്ന് തോന്നിപ്പിക്കല അതിന്റെ ഉദ്ദേശം, അല്ലാതെ കണ്ണിലൂടെ പൊന്നീച്ച പാറിക്കലല്ല. ഇതടി ഇപ്പൊ മാത്രമാണ് അടി. ഇസ്തിരിട്ട ശരിയായില്ലെങ്കിൽ അടി, കറിയിൽ ഉപ്പ് കൂടിയാൽ അറി, ചോറിൽ നിന്ന് മുടി കിട്ടിയ അടി. അവിടെ ഒന്നും അടിയില്ല, അവിടെ ഒന്നും അടിയില്ല, ആരും തെറ്റിദ്ധരിക്കരുത്, അവിടെ ഒന്നും അടിയില്ല. മുടി കിട്ടി എടുത്തിടണം, ഉപ്പ് കൂടിയാൽ ഇത്തിരി ഒഴിക്കണം, സാധാരണ ഒഴിക്കും പോലെ ഒഴിക്കരുത്, കുറച്ചൊഴിച്ചാൽ മതി. ഇവിടെയാണ് അടി നടക്കേണ്ടത്, ഈ ജാതിയാണ് അടി കൊടുക്കേണ്ടതും. അപ്പോൾ മനസ്സിലാവും പടച്ചോനെ. ഈ അധ്യാപകരൊക്കെ അങ്ങനെ തന്നെ വേണ്ടത്. നല്ലൊരു മഹത്തായ ദർസ് എടുക്കുന്ന സ്ഥലമാണിത്, ഉസ്താദ്മാരൊക്കെ സാക്ഷികളുണ്ട്. അധ്യാപകരുടെ അടിയൊക്കെ അങ്ങനെ തന്നെ വേണ്ടത്. ഉസ്താദിന് ഇത് പറ്റിയിട്ടില്ല, ഞാനാ ചെയ്ത് ശരിയായില്ല എന്ന് തോന്നണം, അത്ര തന്നെ. ഫളരിബൂഹുന്ന,
അവരിതിലൊക്കെ വഴിപ്പെട്ടാൽ ഒതുങ്ങിയാൽ പിന്നെ വേറെ മാർഗമൊന്നും തേടണ്ട. അല്ലേ, ഇതിലൊതുങ്ങണില്ലേ, പിന്നെന്ത് വേണം? അവരുടെ കൂട്ടത്തിൽ നിന്ന് നല്ല പക്വമതിയായ ഒരാളെ വിളിക്കണം, ഈ പുരുഷന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വരണം, അവർ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ട് ഗുണപ്രദമാണെങ്കിൽ അവരിത് തുടരാൻ വിടണം, അല്ലെങ്കിൽ അവർ നല്ല നിലയ്ക്ക് പിരിച്ചുവിടണം. ഇങ്ങനെയൊക്കെ തലാഖിലേക്ക് എത്തേണ്ടത്. അല്ലാതെ അങ്ങനെ തലാഖ് ചൊല്ലാൻ മുട്ടി നിൽക്കുക. ജലദോഷം പിടിക്കുമ്പോൾ തുമ്മണമാതിരി തലാഖ് എപ്പോഴാ വരികയെന്നറിയില്ല. ഇത് ഇസ്ലാമികമല്ല. പരിശുദ്ധ ഖുർആനിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ മനോഹരമായി ഉപമിക്കുന്ന ചില രംഗങ്ങളുണ്ട്. ഒന്ന്, ഹുന്ന ലിബാസുല്ലക്കും അൻതുൽ ലിബാസുല്ലഹുന്ന, നിങ്ങൾ അവരുടെ വസ്ത്രങ്ങൾ, അവർ നിങ്ങളുടെ വസ്ത്രങ്ങൾ. മനുഷ്യ ശരീരത്തോട് ഏറ്റവും ടച്ച് ചെയ്ത് നിൽക്കുന്ന അന്യവസ്തു വസ്ത്രമാണ്. അത്രമേൽ ചേർന്ന് നിൽക്കണം എന്നർത്ഥം. ഔറത്ത് കാണാതിരിക്കാനാണ് വസ്ത്രം ധരിക്കുന്നത്. പുരുഷന്റെ ഔറത്ത് കാണാതിരിക്കാൻ സ്ത്രീയും, ഭാര്യയുടെ ഔറത്ത് കാണാതിരിക്കാൻ പുരുഷനും. അവളുടെ എല്ലാ അഴിബും അവൻ മറച്ചു വെക്കണം, അവന്റെ എല്ലാ അഴിബും അവളും മറച്ചു വെക്കണം എന്നർത്ഥം. അതിലേറെ മനോഹരമാണ് ഈ ഔറത്ത് കാണുക എന്ന് പറഞ്ഞാൽ. അന്യ പെണ്ണിന്റെ അടുത്ത് പോയാൽ പുരുഷന്റെ ഔറത്ത് കാണും, അന്യ സ്ത്രീയുടെ അടുത്ത് പോയാൽ ആണിന്റെ അല്ലെ പുരുഷന്റെ ഔറത്ത് കാണും. അന്യ പുരുഷന്റെ അടുത്ത് പെണ്ണ് പോയാൽ പെണ്ണിന്റെ ഔറത്തും കാണും. ലൈംഗിക ബന്ധം നടത്തണമെങ്കിൽ ഔറത്ത് കാണിക്കേണ്ടി വരും. നേരാവണ്ണം ഭാര്യയും ഭർത്താവും ഒന്നിച്ചു പോകുമ്പോ അവർ അന്യ പെണ്ണിനെ സമീപിക്കാൻ ഭർത്താവിനോ അന്യ പുരുഷനെ തേടാൻ പെണ്ണിനോ സാധ്യാവൂല. അവളുടെ ഔറത്ത് സുരക്ഷിതമാകും, മറ്റൊരാൾ കാണൂല. കാരണം അവർ പരസ്പരം ഒത്തൊരുമിച്ചൊരു പുഴ പോലെ സഞ്ചരിക്കുമ്പോ, ഇണങ്ങിച്ചേർന്ന് സഞ്ചരിക്കുമ്പോ അവർക്കിടയിൽ അന്യബന്ധങ്ങൾ ഉണ്ടാവൂല. പെണ്ണ് നിങ്ങളുടെ വസ്ത്രം, അവൾക്ക് വസ്ത്രം നിങ്ങൾ. അപ്രകാരം കൃഷിസ്ഥലം എന്ന് ഉപയോഗിക്കുന്നുണ്ട്. നിസാഉക്കും ഹർസുല്ലക്കും, സന്താനങ്ങൾ ഉണ്ടാവണം. കൃഷിസ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കർഷകനെ സംബന്ധിച്ച് ഏറ്റവും വികാരതായിരിക്കും. എപ്പോഴും അവന്റെ ശ്രദ്ധ അവിടെ ആയിരിക്കും. മഴ കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ, വെള്ളമുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, പന്നി വന്ന് കുത്തി തകർക്കുന്നുണ്ടോ, അവന്റെ ശ്രദ്ധ ഫുൾ കൃഷിസ്ഥലത്തിലായിരിക്കും. ഈ വയനാട് ദുരന്തം കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, എൻ്റെ വീട് പോയതല്ല എനിക്ക് വിഷമം, എൻ്റെ തോട്ടം പോയല്ലോ എന്നാണ്. അതാണ് ഒറിജിനൽ കർഷകൻ. അതുപോലെ പെണ്ണിനെപ്പോഴും സംരക്ഷിക്കണം, കള വരുന്നതിൽ നിന്ന്, പെണ്ണിന് വെള്ളം കുറവ് വരുന്നതിൽ നിന്ന്, ഭക്ഷണം കുറവ് വരുന്നതിൽ നിന്ന്, വസ്ത്രം കുറവ് വരുന്നതിൽ നിന്ന് എപ്പോഴും അവന്റെ മനസ്സിൽ പെണ്ണാവണം. നിസാഉക്കും ഹർസുല്ലക്കും. അങ്ങനെ ഏറ്റവും ഹൃദ്യമായ രീതിയിൽ, മനോഹരമായ രീതിയിൽ ഭാര്യാഭർത്തൃ ബന്ധം തുടരണം. ഇതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭൃത്യയല്ല, അടിമയല്ല, നമ്മുടെ വീട്ടിലെ രാജ്ഞിയാണ് അവൾ. ആ പദ്ധതി, ആ രീതിയിലുള്ള പദ്ധതി നമ്മുടെ വിവാഹ ജീവിതത്തിൽ ഉണ്ടാവണം. ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. പെണ്ണ് കുറേ കേൾക്കാൻ ഇഷ്ടമാണ്, എന്തെങ്കിലും പറയാൻ ഇഷ്ടമാണ്. നമ്മൾ വലിയ ദാർശനിക ചർച്ചയൊക്കെ കഴിഞ്ഞ് വരികയായിരിക്കും. ബിസിനസിന്റെ ഭയങ്കരമായ സമ്മർദ്ദമൊക്കെ ഉണ്ടാവും. അവൾക്ക് പറയാനുള്ളത് കുട്ടി മുറ്റത്തേക്ക് ഇറങ്ങിയതും, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കയറിയതും, പിന്നെ കാക്ക വന്നതും, അയലും വരുന്നതൊക്കെ ആയിരിക്കും. ഞാൻ എന്തൊക്കെയോ വമ്പിച്ച ചർച്ചയൊക്കെ കഴിഞ്ഞ് വരുമ്പോ എന്ത് കാക്ക അയലും വരുന്നത് എന്ന് കരുതരുത്, അത് കേട്ടുകൊടുക്കണം. കേൾക്കണില്ലെങ്കിൽ, നമ്മുടെ പെൺകുട്ടിയുടെ, നമ്മുടെ മോളുടെ ഇത്തരം സംസാരങ്ങൾ കേൾക്കാൻ വാപ്പ നിന്ന് കൊടുക്കണില്ലെങ്കിൽ, ഉമ്മ നിന്ന് കൊടുക്കണില്ലെങ്കിൽ, അത് കേൾക്കാൻ പറ്റുന്ന ആരെങ്കിലും അവൾ കണ്ടുപിടിക്കും. പെണ്ണും അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. അപ്പോൾ വളരെ സ്നേഹമസൃണമായി, വളരെയേറെ മനോഹരമായി കൊണ്ടുപടക്കേണ്ടതാണ് ഭാര്യയുമായുള്ള ബന്ധം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന സുരക്ഷയെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ അനുബന്ധം എന്ന രീതിയിലാണ് അതിൻ്റെ ഒരു പ്രധാന പാർട്ടാകുന്ന ഭാര്യയുമായുള്ള സമീപനം ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. അള്ളാഹു ഇത് സാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂലാക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.